നമസ്കാരം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ നേരുകയാണ്. ഹാപ്പിനെസ് ഹവേഴ്സിൽ ജോമിന വിശദമായി വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. കോളേഴ്സിൻ്റെ ഈദ് രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി വീട്ടിലെത്തി ഭക്ഷണം ഉണ്ടാക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു ആഘോഷമയമാണ്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ നിറവിൽ വ്രതാനുഷ്ഠാന ശുദ്ധിയൊക്കെ ഒരു മാസം പുണ്യമാസം കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഈദ് സമാഗമമായിരിക്കുകയാണ്. ഒരിക്കൽ കൂടി NTVയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എല്ലാവരോടുമുള്ള വിഷസ് അറിയിക്കാവുന്നതാണ്. ഒപ്പം കാലത്ത് തന്നെ എന്തൊക്കെയാണ് നിങ്ങൾ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുമായി പങ്കുവെക്കാനുള്ള ഒരു അവസരം ഇല്ല. കാരണം നമ്മൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അല്ലെങ്കിൽ ഈദ് വിഷസും കാര്യങ്ങളൊക്കെ പ്രേക്ഷകരോട് ചോദിക്കാൻ പോയപ്പോൾ ഒമാനിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്ന് സുഹൃത്തുക്കളോടൊപ്പം ബന്ധുക്കളോടൊപ്പം ഈദ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കൂട്ടത്തിൽ കുറേ സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയത്. അതിൽ പലരും ആദ്യമായിട്ടാണ് ഈദ് ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഉമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നു, ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഒരുപാട് മിസ് ചെയ്യുന്നു. അല്ലാതെ സുഹൃത്തുക്കളോടൊപ്പം നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഇത് ആഘോഷിക്കുന്നതെങ്കിലും ഉമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നു, അടുത്ത ബന്ധുക്കളെ ഒരുപാട് മിസ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ സന്തോഷത്തിൽ അല്പം കണ്ണുനീര് കലർന്ന കാര്യങ്ങളും ഒക്കെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാൻ സാധിച്ചു. ഒമാനിൽ നിന്നുള്ളവരൊക്കെ UAE-ലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് UAE-ൽ നിന്ന് പല ആൾക്കാരും അങ്ങോട്ടും മഴയും നല്ലൊരു കാലാവസ്ഥയൊക്കെ ഒക്കെ ആയ സ്ഥിതിക്ക് ഇവിടുന്ന് കുറെ ആൾക്കാർ അങ്ങോട്ടും പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യത്തെ ഒരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം അല്ലെ. ഹലോ ഹലോ, ഈദ് മുബാറക്. ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും. വലൈക്കും. ആരാണിത്? അഹമ്മദ്. മൈസെൽഫ് അഹമ്മദ്. എനിക്ക് കുറച്ച് മലയാളം അറിയാം, ഫുൾ കുറച്ച് മലയാളം. എവിടുന്നാണ്? നാട്ടിലെവിടെയാണ്? മുംബൈ. ഓക്കെ ഓക്കെ ഓക്കെ. മലയാളം എങ്ങനെയാണ് പഠിച്ചത്? കുറച്ച് മലയാളം അറിയാം. മലയാളം എങ്ങനെയാണ് പഠിച്ചത്? ഇവിടെ വന്ന് പഠിച്ച് എല്ലാത്തിവിടെ കൂടെയുള്ളതൊക്കെ മലയാളി സുഹൃത്തുക്കളായിരിക്കും അല്ലെ? ഇവിടെ കേരള ഫുൾ ദുബായിലെ ദുബായിലെ പോപ്പുലേഷൻ ജാസ്തിയാണ്. സോ മലയാളി ദുബായിൽ. കറക്റ്റ്. ഈദായിട്ട് എന്തൊക്കെയാണ് ഇന്ന് രാവിലെ പള്ളിയിൽ പോയി വന്ന ശേഷം എന്തൊക്കെ പരിപാടികളാണ് ഒക്കെ പറയൂ, കേൾക്കട്ടെ. So you asking what I did after prayer, right? Yeah. Hello. Bolo. See, we do a traditional dish with semia and with milk. Okay. This happens, and adane. So konja the khajur light. Okay. Light. Okay. Ungal origin vandu Tamil Nadu. Tamil area illa. Okay. Are family kuda stay pannittu irukka adha friends kuda stay pannittu irukka? Illa, I'm with family. Okay. Yaarla irukku family la yaarukku irukku? And wife. Okay. Ini enna plan? Friends alla inga veetlu varapore adha ungala veliyil സൂപ്പർ മാർക്കറ്റിൽ അന്ത മാതിരി എല്ലാം റൗണ്ടാ? See, we are planning to go out, maybe Fujairah somewhere. Okay, NTV-യിൽ എന്തായാലും ഒരുപാട് സന്തോഷം. തമിഴ് പറയാമോ എന്നാണ് പക്ഷെ നമുക്കറിയില്ല എങ്ങനെ NTV കണ്ടു തുടങ്ങിയെന്ന്. എന്തായാലും അല്ലെ, തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരും കാണുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. കാരണം നിഷ, ഇത് NTV എന്ന് പറയുന്നത് പ്രവാസികൾക്കായിട്ടുള്ള ഒരു ചാനലാണ്. അതിലെല്ലാ ഭാഷ ദേശ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും കാണുന്നു. അതിന്റെ ഒരു ഉദാഹരണം കൂടി പറയാം. നമുക്ക് ഗുഡ് ഈവനിങ് വേയിൽ കോൾസ് വരുമ്പോൾ ഒരാൾ പറഞ്ഞിരുന്നു ഇതുപോലെ അവർക്ക് മലയാളമേ അറിയില്ല, ബട്ട് സ്റ്റിൽ ദേ വാച്ച് ആ ഷോ. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന ഈ സ്നേഹം തന്നെയാണ് NTV-യെ മലയാളത്തിലെ ഒന്നാം കിട ചാനലുകളോടൊപ്പം എത്തിച്ചിരിക്കുന്നത്. അടുത്ത കോളറിലേക്ക് പോകുന്നു. ഹലോ, ഈദ് മുബാറക്. ഹലോ, ഈദ് മുബാറക്. ഹലോ ഈദ് മുബാറക്. ആരാണിത്? എന്റെ പേര് സൈഫുദ്ദീൻ. സൈഫുദ്ദീൻ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ദുബായിൽ നിന്ന്. കാലത്ത് പള്ളിയിലൊക്കെ പോയി വന്ന ശേഷം എന്തൊക്കെ പരിപാടികളാണ് ഒക്കെ പറയും, കേൾക്കട്ടെ. പള്ളിയിൽ പോയി വന്ന് ചായ കുടിച്ച് പിന്നെ ഉപ്പുമാവ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്. ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ചങ്ങായിമാരോടൊപ്പാണോ അതോ കുടുംബത്തോടൊപ്പാണോ? ചങ്ങായിമാരോടൊപ്പാണ്. ആരാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഷെഫ്? ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ നേതൃത്വം കൊടുക്കുന്ന നേതൃത്വം കൊടുക്കുന്നത് ഷമീർ ചാവക്കാട്. ഓക്കെ, പുള്ളിയാണോ നിങ്ങളുടെ ഒരുവിധം ഇത്തരത്തിലുള്ള പാർട്ടികളിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന പുള്ളിയാണോ?
തീർച്ചയായും എല്ലാ പാർട്ടിക്കും ഷമീർ ചാവക്കാടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഓക്കെ. പുള്ളിയുടെ ബിരിയാണി വളരെ ഫേമസ് ആണോ? ഫേമസ് ബിരിയാണിയാണ്. ഇനി ഫ്രീ ആണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വരാം. ഓക്കെ. തീർച്ചയായിട്ടും വളരെ നന്ദി. ഇനി ഈ കൂട്ടത്തിൽ ആരും പാട്ട് പാടുന്നുണ്ടോ? ഇതൊക്കെയല്ലേ, ഒരു പാട്ടൊക്കെ പാടി തരുന്നുണ്ടോ? പാട്ട് ഏത് പാട്ടാ വേണ്ടത്? ഏത് പാട്ടായാലും കുഴപ്പമില്ല. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചോളൂ കേട്ടോ. ഒരു പാട്ട് പാടിത്തരാം. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർക്കം ഓർത്തോളി, പുതുമതിയ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ, ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർക്കം ഓർത്തോളി, പുതുമതിയ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി. തകർത്തട്ടോ. ഇന്ന് ഇതിപ്പോ ഷോ തുടങ്ങുമ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ വിഷസ് ഒക്കെ എടുക്കാൻ ചോദിക്കുമ്പോ ഒരാള് പറഞ്ഞു ആദ്യമായിട്ടാണ് UAE ഉമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നു, ഉമ്മ ഉണ്ടാക്കി തന്ന ബിരിയാണി മിസ് ചെയ്യുന്നു. അപ്പൊ ഇത് ഉമ്മയുടെ പാട്ട് തന്നെയാണ്. നാട്ടിലെ ബന്ധുക്കളെയും തീർച്ചയായും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാമിലിനെ. പെരുന്നാളിന് നാട്ടില് അടുത്താൻ മറ്റം കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? പെരുന്നാളിന് പോവാൻ പറ്റിയിട്ടില്ല അടുത്തൊന്നും. ഓക്കെ. എന്തായാലും നമ്മൾ ആ ഓർമ്മകളൊക്കെ ആയിട്ട് ഇവിടെ സുഹൃത്തുക്കളോടൊപ്പം നല്ല രീതിയിൽ ആഘോഷിക്കുന്നു അല്ലെ? തീർച്ചയായും. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവരോടും നമ്മുടെ പെരുന്നാൾ ആശംസകൾ അറിയിക്കുക. ഇനി ഇതുപോലെ വിളിക്കുക, പാട്ടൊക്കെ പാടിത്തരിക. തീർച്ചയായും പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെയും ഈദ് മുബാറക്. താങ്ക് യു സോ മച്ച്. ഈദ് മുബാറക്. ഓക്കെ. വിളിച്ചതിന് ഒരുപാട് നന്ദി. ശരി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഉമ്മയെയും ബാപ്പയെയും അടുത്ത ബന്ധുക്കളെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത പ്രേക്ഷകരിലേക്ക് പോകും. ഹലോ, ഈദ് മുബാറക്. ഹലോ, ഈദ് മുബാറക്. ആരാണിത്? അഹമ്മദാണ്, അബുദാബിയിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ കാസർഗോഡാണ്. ഓക്കെ. കാസർഗോഡ് ഇന്ന് ഈദാണല്ലോ അവിടെ അല്ലേ? അതെ, കാസർഗോഡ് ഇന്ന് യുണൈറ്റഡ് കാസർഗോഡ് അല്ലേ, UK. നമ്മുടെ ക്യാമറ ഹെഡ് മുജീബ് നാട്ടിൽ പോയിരിക്കുക. പുള്ളി തൃശ്ശൂരാണ്, പുള്ളിയുടെ വൈഫ് ഹൗസ് കാസർഗോഡാണ്. അപ്പൊ പുള്ളി ഇന്ന് കാസർഗോഡ് പോയി, ഇന്ന് അവിടെ ഈദ്, നാളെ പുള്ളിക്ക് തൃശ്ശൂർ ഈദ്. അങ്ങനെ 2 ഈദ് ആഘോഷമാണ് മുജീബ്. രണ്ടടിച്ചല്ലേ? അതെ. പറയൂ, പള്ളിയിലൊക്കെ പോയി വന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്നത്തെ പോയി വന്ന് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ റൂമില് ബിരിയാണി ഒക്കെ ഉണ്ടായി, റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ. റൂമിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഫോട്ടോസ് എല്ലാം എടുത്ത് അടിപൊളി എൻജോയ് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ നാട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. കുടുംബത്തോടൊപ്പമാണോ അതോ സുഹൃത്തുക്കളോടൊപ്പമാണോ? ഇല്ല, ഞാൻ സുഹൃത്തുക്കളോടൊപ്പം ബാച്ചിലേഴ്സിലാണ് താമസിക്കുന്നത്. ഓക്കെ. ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഹെഡ്? ആരാണ് ഭക്ഷണം? നമ്മുടെ ഇവിടെ കുക്ക് മുജീബ് ഉണ്ട്. മുജീബ് ആണ് കുക്ക്. അല്ല, കാരണം ഞാനിത് എടുത്തു ചോദിക്കാൻ കാരണം കുറവാണ് നമ്മൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ. അല്ല, ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാണെന്ന് എടുത്തു ചോദിക്കാൻ കാരണം നമ്മൾ നല്ലൊരു ദിവസം നല്ല രുചികരമായ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ആഘോഷം പൂർത്തിയാവുന്നുള്ളൂ. അപ്പോ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കും വളരെ പ്രാധാന്യമുണ്ട് അല്ലെ? അതെ, കറക്റ്റ് ആണ്. ഭക്ഷണം നല്ലതായിരിക്കണം. എനിക്ക് തോന്നുന്നു റമദാൻ മാസം മുഴുവൻ ബിരിയാണി കഴിച്ചാലും ഈദിന് ബിരിയാണി കഴിക്കുന്നതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഇന്നൊരു സ്പെഷ്യലാണ്. ഇന്ന് റമദാൻ മാസം എല്ലാ ദിവസവും ബിരിയാണി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ബിരിയാണിക്ക് അതെ, കാരണം മിക്ക പള്ളികളിലും ബിരിയാണി തന്നെയാണ് നോമ്പുകൾക്ക് ഉപയോഗിക്കാറ്. അപ്പൊ അത്രയൊക്കെ ഒരു മാസം കഴിച്ചാലും ഈദിന് എന്തായാലും ബിരിയാണി നിർബന്ധമാണ് അല്ലെ? അതെ. പിന്നെ എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് ആശംസ അറിയിക്കാൻ ഇതിന്. പിന്നെ എന്റെ കുടുംബക്കാര്, എന്റെ ഉപ്പ, ഉമ്മ, ജ്യേഷ്ഠന്മാർ, പിന്നെ നാട്ടിലെ എന്റെ ക്ലബ് മെമ്പേഴ്സ്, മാസ്ക്, പിന്നെ നാട്ടുകൂട്ടം ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്, പിന്നെ അതുപോലെ റൂമില് പിന്നെ കാരണവരെ മഹമ്മൂദ് കുട്ടിക്ക, പിന്നെ മഹമ്മൂദ് ക, ജലീല്, ഷെരീഫ് ക, ഹനീഫ, ഷാഫിക, ഹക്കീം, ഷാഹുല്, താഹ, തുഫൈൽ വലപ്പാട്, റഷീദ് ക, ഷെരീഫ് ക, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഈദ് മുബാറക്. അതെ, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ വക സ്പെഷ്യൽ 2-3 ആൾക്കാര്. അല്ല, ഇങ്ങനെ പേര് ഓർത്ത് പറഞ്ഞു, ഇല്ലെങ്കിൽ പരാതിയാവും. മുദീർ അബൂബക്കർ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ അതുപോലെ കാദർ കാസർഗോഡ് ഉണ്ട്, കാദർ ഭായി കാസർഗോഡ്. ഓക്കെ. അല്ല, ഇതിൽ ആരാണ് നമുക്ക് പാട്ട് പാടി തരാൻ പോകുന്നതെന്ന്? പാട്ട് പാടാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നന്നായിട്ട് പാടുന്ന ഒരാൾക്ക് സംസാരിക്കാറുണ്ട്.
പിന്നെ കാസർഗോഡ് ഇന്ന് ഇതാണ്, അതുകൊണ്ടാണ് ഡബിൾ സന്തോഷമാണ്. അതെ, കാസർഗോഡും പിന്നെ ഇവിടെ ഒന്നിച്ചായത് നാട്ടിൽ വിളിച്ച് വളരെ സന്തോഷം. എന്റെ പറഞ്ഞോളൂ. പാട്ട് പാടാൻ എന്റെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്, ഹനീഫ് റെഡി ഹനീഫ്. ഹലോ ഹനീഫ്, ഈദ് മുബാറക്. ഈദ് മുബാറക്. കാസർഗോഡിലും ഇവിടെയും അങ്ങനെ ഡബിൾ ആണ് ഈദ് ആഘോഷം അല്ലേ? അതെ 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 അതെ. ഞാൻ മലപ്പുറം, ഹനീഫ. ഓക്കെ ഓക്കെ ഓക്കെ. ഹനീഫ് മലപ്പുറത്താണ് അല്ലേ? അതെ അതെ. നാളെ ആയിരിക്കും നാട്ടില് അല്ലേ? നാളെ ആയിരിക്കും ഈദ്. കാസർഗോഡുള്ളവർക്ക് ഇന്ന് ഇവിടെ ഒരേ സമയത്ത് തന്നെ ഈദ് ആഘോഷങ്ങൾ കിട്ടുന്നു അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ ഹനീഫ് ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടിത്തരാൻ പോകുന്നത്? ഞാൻ പാടുന്നത് കാഫ് മലർ കണ്ട പൂങ്കാറ്റാണ്. ഓക്കെ, പാടിക്കോ. കാഫ് മലർ കണ്ട പൂങ്കാറ്റേ, കാരക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാട്ടിന്റെ മധുഹോറും കിസ്സ പറഞ്ഞാട്ടെ. പാട് ഹനീഫ്, നിർത്തരുത്. രണ്ടുപേരും അറിയത്തുള്ളോ? അതെ അതെ അതെ. ഓക്കെ, എന്തായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരോടും നമ്മുടെ ഈദാശംസകൾ അറിയിക്കുക. ഒരിക്കൽ കൂടി വീട്ടിൽ വിളിക്കുമ്പോഴും എല്ലാവരോടും നമ്മുടെ പെരുന്നാൾ ആശംസകൾ അറിയിക്കുക. ഓക്കെ, പെരുന്നാൾ ആശംസ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പെരുന്നാൾ ആശംസ ഉണ്ട്. താങ്ക് യു. പിന്നെ നമ്മുടെ ഇവിടെ ബിരിയാണി റെഡിയാണ്, നിങ്ങൾക്ക് വരാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എവിടെയാണ് ദുബായിലാണോ? അബുദാബിയിൽ. തീർച്ചയായിട്ടും. എന്നാൽ ആ വിളിച്ചതിന് ഒരുപാട് നന്ദി. നമ്മൾ അവിടെ വന്ന് ഭക്ഷണം കഴിച്ച സന്തോഷം. ഓക്കെ, താങ്ക് യു. വില്ല നമ്പർ വേണമെങ്കിൽ പറഞ്ഞുതരാം. എന്താ കേട്ടില്ല? വില്ല നമ്പർ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ. എന്തായാലും അബുദാബി വരെ നമ്മൾ ചെല്ലില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് പറഞ്ഞതെങ്കിൽ തെറ്റി. നമ്മൾ വരാലോ, ഇന്ന് പെരുന്നാളല്ലേ? പെരുന്നാളായിട്ട് നിങ്ങൾ ഈ അബുദാബി തലസ്ഥാനത്തേക്ക് വരാം. തീർച്ചയായിട്ടും വരാം. വിളിച്ചതിന് ഒരുപാട് ഇന്ന് വന്നില്ലെങ്കിൽ ഇന്നലെ വരേണ്ടത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇപ്പൊ തന്നെ 2 ക്ഷണങ്ങൾ കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും നമുക്കൊരു ലിസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കാം. അത്രയൊക്കെ കഴിക്കാനുള്ള ആരോഗ്യസ്ഥിതി നമുക്ക് ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ അബുദാബി വരെ നമ്മൾ എത്തി കഴിക്കുമ്പോഴേക്കും അവിടെ തീർന്നിട്ടുണ്ടാവും എന്തായാലും. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഈദ് മുബാറക്. ഹലോ ഹലോ, ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ഷിഹാബ് എന്നാണ്. ഓക്കെ, എവിടുന്നാ? ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ദുബായിൽ നിന്നാണ്. രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഇപ്പൊ നടക്കുന്നത്? ഒക്കെ പറയും, കേൾക്കട്ടെ. രാവിലെ പള്ളിയിൽ പോയി വന്നു, ഇപ്പൊ ചായ കുടിയൊക്കെ കഴിഞ്ഞു, ഇവിടെ ഇരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കിയത്? പുട്ട്. ഓക്കെ, പുട്ടിന്റെ കൂടെ കറി? പുട്ട്, കടല, പഴം. ഓക്കെ, നല്ല കോമ്പിനേഷൻ. ആരാണ് ഇത് ഉണ്ടാക്കിയത്? എന്റെ വൈഫ് തന്നെ ഉണ്ടാക്കിയത്. ഫാമിലി ആയിട്ടാണല്ലേ ഇവിടെ? ആ, ഫാമിലിയാണ് ഇവിടെ. ഓക്കെ. അപ്പൊ എന്തായാലും ഉച്ചക്കത്തേക്കും വീട്ടിൽ തന്നെയാണോ അതോ പുറത്തുനിന്നാണോ കഴിക്കുന്നത്? അല്ല, ഉച്ചക്ക് വീട്ടിൽ നിന്ന് തന്നെയാണ്. നാടൻ ഫുഡാണ്. ഫുഡാണല്ലേ? ആ, എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? സാധാ ചോറ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ബീഫ് കറി, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. ബിരിയാണി ഈ നോമ്പിന് ബിരിയാണി കഴിച്ചിട്ട് നോമ്പറക്കാൻ നേരത്തെ ബിരിയാണി വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചല്ലേ? ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു. ഓക്കെ. ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടോ വീട്ടില്? ഫ്രണ്ട്സോ ബന്ധുക്കളൊക്കെ വരുന്നുണ്ടോ? ഇല്ല, ഞങ്ങളെല്ലാരും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങാണ്, ഒരു മാൾക്ക് പോവാന്ന് വിചാരിക്കാണ്. ഓക്കെ. NTV പ്രോഗ്രാമുകളൊക്കെ കാണാറില്ലേ? എന്നും കാണലുണ്ട്. ഓക്കെ. നാട്ടിലെവിടെയാ? നാട്ടില് പട്ടാമ്പി, തൃത്താല. ഓക്കെ. പട്ടാമ്പി നേർച്ച അല്ലേ? പാലക്കാട് അല്ലേ? തൃത്താല എന്ന് പറയും. തൃത്താല. ഓക്കെ. ഇവിടെ പാട്ട് പാടുവോ? ഇല്ല, പാട്ട് പാടാൻ അറിയില്ല. ഓക്കെ. അപ്പൊ എന്തായാലും NTVയിലൂടെ എല്ലാവരോടും വിഷസ് അറിയിച്ചോളൂ. ആരോടൊക്കെയാണ് വിഷസ് അറിയിക്കേണ്ടത്? എന്റെ ജ്യേഷ്ഠന് ഷൗക്കത്ത് അലി എന്നറിയും. ഓക്കെ. പിന്നെ എന്റെ അനിയനുണ്ട് താഹിർ. ഇവിടെയാണോ ഷൗക്കത്ത് അലി, താഹിർ? എല്ലാരും കൂടെ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ. പറഞ്ഞോളൂ. പിന്നെ താഹിർ, ഹാജി, ഷൗക്കത്ത്, പിന്നെ മൂത്ത ജ്യേഷ്ഠൻ നാട്ടില് മുസ്തഫ എന്ന് പറയും. ഓക്കെ. പിന്നെ എന്റെ വൈഫിന്റെ പേര് ജംഷീന എന്നാണ്, ആഫ്റ്ററിലെ വർക്ക് ചെയ്യുന്നത്. ശരി. ഓക്കെ. കുട്ടികള് 3 ആള്, ഒരു ആൺകുട്ടി 2 പെൺകുട്ടികൾ. ഓക്കെ. എന്ത് ചെയ്യുന്നു അവരൊക്കെ? 2 ആള് പഠിക്കുന്നു, ഒരാള് 7th, ഒരാള് 1st സ്റ്റാൻഡേർഡില്. അത് ശരി. ഓക്കെ. അപ്പൊ എല്ലാവരോടും നമ്മുടെ ഈദാശംസകൾ അറിയിക്കുക. നാട്ടിൽ വിളിക്കുമ്പോഴേ എല്ലാവരോടും ഈദാശംസകൾ അറിയിക്കുക.
ഓക്കെ, ഞങ്ങളെ നിങ്ങൾക്ക് ഇത് മുബാറക്ക്. താങ്ക് യു, ഒരുപാട് സന്തോഷം വിളിച്ചതിന്. ഓക്കെ ഓക്കെ ഓക്കെ, വീണ്ടും വിളിക്കുക. താങ്ക് യു. അപ്പോ ഈ ചേട്ടന്മാർക്കും അനിയന്മാർക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ വേണ്ടായിരുന്നു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ലൊരു പാട്ട് തന്നെ, അല്ല മാപ്പിള പാട്ട് തന്നെ വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും ഒരു കോളർ ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ, അസ്സലാമലൈക്കും. അലൈക്കും സ്ലാം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ഇർഷാദ് എന്നാണ്. എല്ലാവർക്കും ഈദ് മുബാറക്. ഈദ് മുബാറക്, ഈദ് മുബാറക്. നല്ല ബാസുള്ള വോയിസ് ആണല്ലോ. എവിടുന്നാ വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നത്? അബുദാബിന്ന്. രാവിലെ പള്ളിയിലൊക്കെ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? പള്ളിയിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ രാത്രി ഉണ്ടാക്കി ഉറക്കൊണ്ട് ബാക്കി റെഡിയാക്കി വെച്ച്. എന്താണ് ഇന്നത്തെ വിഭവങ്ങൾ? ഇന്ന് ചെമ്മീൻ ബിരിയാണിയും അയപ്പൂറും കുറ്റിയും. അടിപൊളി അടിപൊളി. എവിടെയാണ്? ഷാർജ, അബുദാബി, ദുബായ്? എവിടുന്നാ വിളിക്കുന്നത്? അബുദാബി. അബുദാബി. അൽവാദമാളുടെ അടുത്ത്. ഫ്രണ്ട്സിനോടൊപ്പമാണോ അതോ ഫാമിലി ഉണ്ടോ ഇവിടെ? ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ളത്. എവിടെയുള്ള സുഹൃത്തുക്കളാണ്? കാരണം കാസർഗോഡുള്ള സുഹൃത്തുക്കളാണെങ്കിൽ അവർക്ക് ഇവിടെയും അവിടെയും. നമ്മളെ കൂടുതൽ കാസർഗോഡ്, മലപ്പുറം, കണ്ണൂര് എല്ലാം ഉണ്ട്. മിക്സ് ആണ്. പേര് പറഞ്ഞോണ്ട് എല്ലാവരുടെയും. എന്റെ പേര് ഇർഷാദ്. എന്റെ ഫ്രണ്ട് ഷെഫീഖ്, എന്ന് പറയും. പിന്നെ റാഷിദ് മൂവാച്ചി. പിന്നെ ഉമ്പായി. പിന്നെ ഷംനാസ്, ഇസ്മായിൽ. ഇത്രയും പേരാണുള്ളത്. ഇതിൽ ആരാണ് ഷെഫ്? ആരാണ് ഭക്ഷണം ഉണ്ടാക്കിയത്? ഷെഫ് എന്ന് പറഞ്ഞാൽ ഞാനുണ്ട്, ഷെഫീഖ് ഉണ്ട്, ഷംനാസ് ഉണ്ട്. എല്ലാവരും ഷെഫാണ്. എല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കിയതാണ് അല്ലെ? ഒരുമിച്ച് ഉണ്ടാക്കിയത്. ഉറക്കം എല്ലാരും കൂടി ഉണ്ടാക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. അത് തന്നെയാണ് സന്തോഷം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ ഒരു സന്തോഷം തന്നെയാണ്. ഇനി ഈ കൂട്ടത്തില് നല്ല വോയിസ് ആണെന്ന് പറഞ്ഞാൽ ഒരു പാട്ട് പാടി തരാനുള്ള പ്ലാൻ ഉണ്ടോ? ഞാൻ തന്നെ പാടേണ്ട ഒരുമിച്ച്. പാടിക്കോ. എന്താ തുടങ്ങാൻ, നമുക്ക് നോക്കി വെക്കാം. ഓക്കെ. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലച്ചിടും നാരി. മാണിക്യമലരായ ബീവി മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലച്ചിടും നാരി. തകർത്ത്. അപ്പൊ അവിടെ ഫ്രണ്ട്സിന്റെ ഇടയില് സ്റ്റാർ ആയിരിക്കും. എന്നാലും ശ്രമം പാഴായി പോയില്ല. എന്തോ ഏറ്റെടുക്കും. അത് സൂപ്പർ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഉറക്കൊഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ പാട്ടൊക്കെ പാടിയിട്ടുണ്ടാവുന്നുള്ള ഉറപ്പാണ്. ആ പാട്ട് പാടിയത് ഇപ്പൊ ഇതുവരെ പാട്ടായിരുന്നു. ഇത് കണ്ടപ്പോ തന്നെ വിളിച്ചത്. വെരി ഗുഡ്. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാരും വെറുതെ ഈ ഒരു രസമാണ്. ഒരുപാട് സന്തോഷം. വീട്ടിൽ വിളിക്കുമ്പോ എല്ലാരോടും നമ്മുടെ ഈദാശംസകൾ അറിയിക്കുക. തീർച്ചയായും. നന്ദി. അവിടെയുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് മറ്റേ ദീപനും നമ്മളെ ഡയനൊക്കെ കൊടുക്കണം. ക്രേസി നൈറ്റ് കാണാറുണ്ട് അല്ലേ? ക്രേസി നൈറ്റ് വിന്നറായിരുന്നു. ഞാൻ അവിടെ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി നാട്ടിൽ വിളിക്കുമ്പോൾ എല്ലാവരോടും അന്വേഷണം, ഫ്രണ്ട്സിനോടൊക്കെ ഇത് മുബാറക് പറയാം. താങ്ക് യു. വിളിച്ചതിന് ഒരുപാട് സന്തോഷം. എന്നെല്ലാം അവിടെ ഇങ്ങനെ ആഘോഷങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഒട്ടുമിക്ക ബാച്ചിലേഴ്സ് റൂമിലും ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഈദായാലും ഓണമായാലും എല്ലാ ആൾക്കാരും കാണും. അപ്പൊ എല്ലാ ആഘോഷങ്ങളും അവിടെ ഇങ്ങനെ ഇതേ. നിഷ, എപ്പോഴും ഞാൻ പറയാം, നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ ഈ പുണ്യഭൂമിയിൽ ഇവിടെ എല്ലാ ആഘോഷങ്ങളും എല്ലാവരുടേതാണ്. അത് ഓണാവട്ടെ, ക്രിസ്മസ് ആവട്ടെ, ബക്രീദ് ആവട്ടെ, എന്തും എല്ലാ ആഘോഷങ്ങളും എല്ലാവരുടേത്. അങ്ങനെ ഇന്ന ആളുടെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മാറ്റാം. അതാണ് ഈ നാട്ടിന്റെ പുണ്യവും. അടുത്ത പ്രേക്ഷകൻ ചേരുന്നു. ഹലോ, ഈദ് മുബാറക്. അലൈക്കും സ്ലാം. ആരാണ് സംസാരിക്കുന്നത്? ഇത് ജലീൽ, അബ്ദുൽ ജലീലാണ്. ജലീൽക്ക, ഈദ് മുബാറക്. ഈദ് മുബാറക്. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ അബുദാബിന്നാണ്. ഓക്കെ. ഫ്രണ്ട്സിനോടൊപ്പമാണോ കുടുംബത്തോടൊപ്പമാണോ? എങ്ങനെയാണ് ഈദ് ആഘോഷങ്ങൾ നടക്കുന്നത്? ഈദ് ആഘോഷം ഫ്രണ്ട്സിന്റെ കൂടെ തന്നെയാണ് ഇവിടെ റൂമില്. ഓക്കെ. നാട്ടിലെവിടെയാ? ഞാൻ മംഗലാപുരത്താണ്, മാംഗ്ലൂർ. അപ്പൊ ഇന്ന് അവിടെയും ഈദ് നടക്കുകയാണ്, ഈദ് ആഘോഷമാണ് അല്ലേ? ഇല്ല. ഓക്കെ. ഇവിടെയും അവിടെയും ഈദ് ആഘോഷം. നാട്ടിലൊക്കെ വിളിച്ച് ആശംസയൊക്കെ അറിയിച്ചോ? അതൊക്കെ പള്ളിയാക്കിയാണ് പൊളിച്ചാൽ വിളിച്ചാൽ. ഓക്കെ. ആരൊക്കെയാണുള്ളത് വീട്ടില്? വീട്ടിലെല്ലാം ഉണ്ട്. ഉമ്മ, ഉപ്പ, ജ്യേഷ്ഠൻ, അനിയനൊക്കെ ഉണ്ട്. എല്ലാരും മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ശരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് നാട്ടിലായിരുന്നു. അതൊരു ഭാഗ്യം. പോകാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ ഒരു നൊസ്റ്റാൾജിയ കൂടും. കാരണം കഴിഞ്ഞ
അതും അല്ലാഞ്ഞിട്ട് പിന്നെ എന്റെ പെങ്ങൾ ഇവിടെ റാസൽ കൈമലാണ്. ഓള് പിന്നെ രാവിലെ തന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകണം എന്നല്ല പറഞ്ഞിട്ട് പോകാണ്. ഒരു ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നാളെ രാവിലെ അങ്ങ് പോകുന്ന വിചാരിക്കാമെന്ന്. ഓ അത് ശരി അത് ശരി അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ഫ്രണ്ട്സ് ഒക്കെ ചേർന്നിട്ട് എന്താണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്? ഭക്ഷണം പള്ളിക്ക് പോയി വന്ന ശേഷം ഓട്സ് ഉണ്ടാക്കി. ഓട്സും മറ്റേ ബീഫ്സും ഒക്കെ ഉണ്ടാക്കിയിട്ട്. ഓക്കെ. ബിരിയാണി ഇല്ലേ? പിന്നെ ഇല്ല, ബിരിയാണി ഇല്ല, കബ്സയാണ്. നമ്മളെ ബിരിയാണിനെക്കാളും കൂടുതൽ കബ്സ ഫാനാണ്. ആ ഓക്കെ 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 ഓക്കെ. അതെങ്ങനെയാ ഉണ്ടാക്കുന്നത്? അത് മിക്സ്ഡ് ആണല്ലോ ഈ ഹബ്സ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചെന്നൈ മോഡലിൽ ഒരു ബിരിയാണി എല്ലാം ഉണ്ടാക്കുമല്ലോ, എല്ലാം ഇറച്ചിയും ചോറും എല്ലാം മിക്സ് ആയിട്ട്. ഓക്കെ 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 ഓക്കെ. ഈ നമ്മള് മച്ചുബൂസ് എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് ആണോ? മജ്ബൂസ് അല്ല, മജ്ബൂസ് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും. കഫ്സ എല്ലാം ഒരു മിക്സ്ഡ് ആയിട്ട് കുറച്ച് നമ്മൾ പിന്നെ നാടൻ സ്റ്റൈൽ കിട്ടാൻ വേണ്ടി കുറച്ച് മസാല ഒക്കെ ചേർത്തിട്ടാണ്. ആക്ച്വലി ഇതിന്റെ എക്സ്പെർട്ട് എന്റെ കസിനാണ്. പുള്ളിയാണോ നിങ്ങളുടെ റൂമിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത്? പുള്ളിയാണോ? ആ ഇല്ല, അങ്ങനെയൊന്നല്ല. ഇപ്പൊ ഇയാൾ മുമ്പ് വിസിറ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ പുള്ളിയുടെ സേവനം നമ്മൾ പ്രയോജനപ്പെടുത്തി അല്ലേ? അതന്നെ, മാക്സ് യൂസ് ചെയ്യാലോ വിസിറ്റുള്ള ആളെ. അതെ 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 അതെ. തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ലല്ലോ അല്ലേ? തിരിച്ചു വരുന്നുണ്ട്, വേറെ ജോലിയുടെ റെഡി ആയിട്ട് വരാൻ നിൽക്കാണ്. ഓക്കെ. അപ്പൊ പുള്ളിക്കാരോട് പറയാ സൂക്ഷിച്ചിരിക്കാൻ വേണ്ടിട്ട്, കാരണം വന്നു കഴിഞ്ഞാൽ ഇത് തലയിലാവും. ഉണ്ടാവില്ല, ചെറുപ്പം മുതൽ തന്നെ സഹിക്കാണ്. അപ്പൊ പണിയൊക്കെ കൊടുക്കാൻ നമുക്ക് പാട്ട് പാടി തരുന്നുണ്ടോ? ഓ ഇതിലൊക്കെ ഭയങ്കര വീക്കാ. പാട്ടൊന്നും അത്ര ശരിയാവും. ആരും കൂട്ടത്തിൽ ആരും പാടുന്ന ആളില്ലേ? ഇല്ല, ഞാനെന്റെ കസിനേ ഉള്ളു. ഇപ്പൊ വേറെന്താ ഹോബി എന്തൊക്കെയാണ്? ഹോബിയുടെ കളിക്കല്, ക്രിക്കറ്റ്. പിന്നെ കളി കാണലാണ് കൂടുതല്. ശരി 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 ശരി. അപ്പൊ എന്തായാലും നാട്ടിൽ വിളിക്കുമ്പോ എല്ലാരോടും നമ്മുടെ ഈദാശംസകൾ അറിയിക്കുക. ഇവിടെ ഫ്രണ്ട്സിനോടും ഒക്കെ ഈദാശംസകൾ അറിയിക്കുക. എല്ലാവർക്കും ഈദാശംസകൾ. വിളിച്ചതിൽ ഒരുപാട് നന്ദി. വീണ്ടും വിളിക്കുക. താങ്ക് യു. ഓക്കെ, താങ്ക് യു താങ്ക് യു. ഇത് മുബാറക്. അപ്പോൾ അതാണ്, സുഹൃത്തുക്കളും ബന്ധുക്കളും ഫാമിലിയും എല്ലാവരും ഈദാഘോഷത്തിന്റെ നിറവിലാണ്. പറഞ്ഞതുപോലെ നാട്ടിൽ ഉമ്മയെ മിസ് ചെയ്യുന്നു, ഉപ്പയെ മിസ് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം കുടുംബത്തോടൊപ്പം നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സന്തോഷങ്ങളും അവരുടെ ചെറിയ നൊമ്പരങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഈദാഘോഷം പൊടിപൊടിക്കുകയാണ്. എന്തായാലും കൂടുതൽ കോളേഴ്സിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ ഓക്കെ, ഒരു പ്രേക്ഷകൻ കൂടി ചേർന്നു. ഹലോ, ഈദ് മുബാറക്. ഹലോ സർ, ഈദ് മുബാറക്. വലൈക്കും അസ്സലാം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഷക്കീർ, നാട്ടിക. ഞാൻ മെർദിഫിലാണ്, ദുബായിൽ മെർദിഫിലാണ് താമസിക്കുന്നത്. ഓക്കെ. കുടുംബത്തോടൊപ്പമാണോ സുഹൃത്തുക്കളോടൊപ്പമാണോ? ഞാന് എന്റെ സിസ്റ്റേഴ്സ് ഉണ്ട് ഒരുപാട്. ഞങ്ങള് മീൻസ് ഒരു ബിഗ് ഫാമിലിയാണ്. ഓക്കെ. എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടോ ഇന്ന് ഈദാഘോഷം? എല്ലാവരും ഒത്തുകൂടിയില്ല. അത് എല്ലാ ഇയറും ഞങ്ങൾ ഒത്തുകൂടാറുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ? അതെ അതെ, അതിലും വലുതൊന്നും ഇല്ലല്ലോ. ആണ് ആണ് ആണ്. കാലത്ത് പള്ളിയിലൊക്കെ പോയി വന്നിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇന്ന് പരിപാടി എന്ന് പറഞ്ഞാല് ഉച്ചയ്ക്ക് ആക്ച്വലി ഞങ്ങള് ദുബായിക്ക് പോകുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് എല്ലായിടത്തും സെപ്പറേറ്റ് ആയിട്ട് പിരിയും. ഓക്കെ. ഭക്ഷണം കൊണ്ട് പിരിയും. ഓക്കെ. ഭക്ഷണം കഴിച്ച് പിരിയല്ലേ? അതെ, ഭക്ഷണം അത് ഡിവൈഡ് ചെയ്തിട്ട് ഞങ്ങൾ എന്ന് വെച്ചാൽ 2-3 ഫാമിലിയാണ് മീൻസ്. ഓക്കെ. ദുബായില്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഭക്ഷണത്തിന് ശേഷം തിരിച്ച് ഇവിടെ വന്നിട്ട് വൈകുന്നേരം മുതല് നെക്സ്റ്റ് ഡേ മീൻസ് 3-ാം പെരുന്നാൾ വരെ അടിച്ചുപൊളിയാ. വെരി ഗുഡ് വെരി ഗുഡ്. എങ്ങനെയാണ് എങ്ങനെ അടിച്ചുപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളിവിടെ പാട്ട് പാടും. പിന്നെ എന്താ പറയാ, നമ്മൾ ആ പോയിന്റിലേക്കാണ് എത്തിച്ചുകൊണ്ടിരുന്നത്. പാട്ട് പാടിക്കോളൂ. ആരാണ് പാടുന്നത്? പാട്ട് പറഞ്ഞാൽ എന്റെ സിസ്റ്റേഴ്സ് ഒക്കെ നന്നായി പാടും. പിന്നെ ഞങ്ങളും അത്യാവശ്യമൊക്കെ സംഗതിയൊക്കെ ഉള്ളവരാണ്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഒന്ന് പാടിക്കോ. ഓക്കെ, നിങ്ങൾ നിർബന്ധിച്ചു ധൈര്യമായിട്ട് പാടിക്കോ. രണ്ടോട്ട് നിർബന്ധിച്ചു. ഓക്കെ ഓക്കെ. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ മുതൽ ചൊവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ഇസ്ലാം മത വിശ്വാസമൊരഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നിത്യ നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ മുതൽ ചൊവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. മനസ്സിലായി. നടക്കുന്നേ ഉള്ളൂ. പരപുണ്യം നേടേണം എല്ലാവരും അല്ലാവിൻ നാമങ്ങൾ. എല്ലാവരും ഉച്ച
നല്ലേണം റബ്ബിൻ മണിമുത്തിൻ മൊഴികളെ മാനിക്കേണം റബ്ബിൻ മണിമുത്തിൻ മൊഴികളെ മാനിക്കേണം പരിശുദ്ധ ഖുർആൻ ശുദ്ധിയോടാകണമെല്ലാരും ഈദ് മുബാറക്. ഈദ് മുബാറക്, ഈദ് മുബാറക്. സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി. മനസ്സിലായില്ലേ? ആ മനസ്സിലായി. എങ്ങനെയാണ് അവിടെ അടിച്ചു പൊളിക്കുന്നത് എന്നുള്ള ഒരു ഇത് കിട്ടി, ഐഡിയ കിട്ടി. അപ്പൊ എന്തായാലും സിസ്റ്റേഴ്സിനോടും ഫ്രണ്ട്സിനോടും നാട്ടിൽ വിളിക്കുമ്പോൾ ബന്ധുക്കളോടും എല്ലാവരോടും നമ്മുടെ ഈദാശംസകൾ അറിയിക്കുക. ഓക്കെ, ഇനിതാ ഞങ്ങൾ അറിയിക്കാം. ഇനിതാ നിങ്ങൾക്കും നിങ്ങളെല്ലാവർക്കും താങ്ക് യു, ഈദ് മുബാറക്. താങ്ക് യു സോ മച്ച്. വിളിച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ. അപ്പൊ അതാണ് ആ ഫീൽ ഇവിടെ കിട്ടുന്നത്. അതെ, എനിക്കും ഇതിന് എല്ലാരും കൂടെ ഒത്തുകൂടുമ്പത്തിന്റെ സന്തോഷമാണ്. ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിലും എല്ലാരും കൂടി രസമാണ് അല്ലെ. നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോ കല്യാണ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴാണ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് സമയം പോണെന്ന് അറിയുന്നുണ്ടാവില്ല. അതേ അവസ്ഥയായിരിക്കും ഇവിടെ എല്ലാരും കൂട്ടുകുടുംബമൊക്കെ ഉള്ള ഒരു അവസ്ഥ. കാരണം അതെ, ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും ഇപ്പൊ എല്ലാരും ഇങ്ങനെ അണുകുടുംബങ്ങളിലേക്കൊക്കെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബന്ധങ്ങളുടെ മൂല്യമൊക്കെ ഇങ്ങനെ കുറഞ്ഞു. ആഘോഷവേളകളിൽ എല്ലാവരും ഒത്തുചേരുമ്പോൾ ഉണ്ടാവുന്ന സുഖവും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ്. ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ആ എനർജി എന്തായാലും ഇവിടെ നമുക്കും കിട്ടുന്നുണ്ട്. കൂടുതൽ കോളേഴ്സിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് നല്ലൊരു പാട്ട് കേട്ട് ഇതുവരെ വിളിച്ച എല്ലാ കോളേഴ്സിനും ഈ സോങ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും. വെൽക്കം ബാക്ക്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഈദ് മുബാറക്. നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ ഈദ് ആശംസകൾ അറിയിക്കാം. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും ഈദ് വിഷസ് അറിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇതുവരെ നമ്മൾ പ്രേക്ഷകരുടെ എന്തൊക്കെയായി ഈദാഘോഷങ്ങൾ എവിടെ വരെ എത്തി, ഭക്ഷണം പലരും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ചിലർ ഇന്നലെ ഉറക്കൊഴിഞ്ഞ് ഭക്ഷണമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. ചിലർ പുറത്തു പോകാൻ പോകുന്നു. ചിലർ സിസ്റ്ററെ കാണാൻ വേണ്ടി റാസൽ ഖൈമയിൽ പോകുന്നു. അങ്ങനെ ആകെ മൊത്തം ഈദാഘോഷങ്ങളുടെ ഒരു മൂഡിലാണ് എല്ലാവരും. അവധി ഒരു വൻ ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ. അങ്ങനെ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഈദ് പ്രമാണിച്ച് വൈകിട്ട് നമ്മുടെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയില് വമ്പൻ വെടിക്കെട്ട് നടക്കുന്നുണ്ട് അല്ലെ. എനിക്കൊന്ന് എല്ലാ വർഷവും ഇത് ഉണ്ടാവാറുണ്ട്. ബുർജ് ഖലീഫയില് ന്യൂ ഇയറിന് ഉണ്ടാവാറുള്ളത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനോടൊപ്പം അത്രത്തോളം എത്തുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, പണ്ട് 2-3 വർഷം മുൻപ് കണ്ടതാണ്. എന്നാലും അതുപോലെ തന്നെ ഒരു വമ്പൻ വെടിക്കെട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കണ്ടോളൂ. ഫയർ വർക്സ് കാണാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ഫെസ്റ്റിവൽ സിറ്റിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫയർ വർക്സ് നേരിട്ട് കാണാൻ സാധിക്കും. ഒരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഈദ് മുബാറക്. ഈദ് മുബാറക്. എത്ര നേരമായി വിളിക്കണേ? ആണ് എല്ലാരും വിളിക്കുകയാണ്, അതുകൊണ്ടാണ് സന്തോഷം. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ അബുദാബിന്ന് വിളിക്കണേ. ആണ്, പേരെന്താണ്? സാദത്ത്. ആരാണ്? കൂട്ടുകാരോടൊപ്പമാണോ കുടുംബത്തോടൊപ്പമാണോ? ആ, കുടുംബത്തോടൊപ്പം. ആണല്ലേ. ഓക്കെ. കാലത്ത് പള്ളിയിലൊക്കെ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ആ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കണം. ഇനി എന്താണ് ലഞ്ചിന് എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ലഞ്ചിന് ഉണ്ടാക്കാൻ പോണ്. വൈഫ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം. ബിരിയാണിയാണോ? ഹെൽപ്പ് ചെയ്തൂടെ പോയിട്ട്? ആ, ബിരിയാണി തന്നെ. ഓക്കെ. വീട്ടില് വിളിച്ചോ? നാട്ടില് വിളിച്ചോ? നാട്ടില് ഇല്ല, വൈകിട്ട് വിളിക്കാം. നാട്ടിൽ നാളല്ലേ വരുന്നാള്. ഓക്കെ. എവിടെയാ? നാട്ടിലെവിടെയാ? നാട്ടിലെ കൊടുങ്ങല്ലൂര്, തൃശ്ശൂര്, മതിലാം. തൃശ്ശൂർ മനസ്സിലാവുന്നുണ്ട്. അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. സ്ലാങ്. ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടോ വീട്ടിലോട്ട്? ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇപ്പൊ അളിയനെത്തിയിട്ടുണ്ട്. ഓക്കെ. ഓൾറെഡി വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. അളിയൻ പഴയ പാട്ടുകാരനാണ്. അപ്പൊ അളിയനെ കൊണ്ട് എന്തായാലും ഒരു പാട്ട് പാടിക്കണം നമുക്ക്. പുള്ളി പാടും. നമ്മൾ യുഎയിലെ പാട്ടുകാരെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാട്ടുകാരെ കണ്ടെത്തലാണ് നമ്മുടെ മെയിൻ ഹോബി. അതെ. അളിയന് ഫോൺ കൊടുക്കുന്നതിന് മുമ്പേ ആരോടൊക്കെയാണ് ഈദ് ആശംസകൾ പറയാനുള്ളത്? അതെ, അളിയന്റെ കൊടുക്കാൻ. പാടിയിട്ട് ആശംസകൾ പറയാം. അലൈക്കും സ്ലാം. അളിയ ഈദ് മുബാറക്. സുഖായിരിക്കുന്നു. ഇന്നലെ വന്നു അല്ലേ? ഇന്നലെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്നലെ എത്തി. ഇവരായിട്ട് പെരുന്നാൾ കൂടാൻ വേണ്ടി വന്നേക്കണം. വെരി ഗുഡ്. എവിടെയാണ്? ഞാൻ അലയില്. ഓക്കെ. പേര് പറഞ്ഞില്ല. എന്റെ പേര് സഗീർ. ഓക്കെ. പഴയ പാട്ടുകാരനാണെന്നൊക്കെ അളിയൻ പറഞ്ഞു. നല്ലൊരു ഇൻട്രഡക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആ പ്രതീക്ഷകൾ ഒട്ടും തെറ്റിക്കണ്ട. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇവര് പറയുന്നുണ്ട് ഞാൻ നല്ലൊരു പാട്ടുകാരനൊക്കെ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ പാടുമ്പോൾ മറ്റുള്ളവരല്ലേ പറയണേ. ഇവിടെ ശ്രീജിത്ത് പാടുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇനി പാടരുതെന്ന്. മറ്റുള്ളവരുടെ അഭിപ്രായമാണ് നമ്മൾ മാനിക്കേണ്ടത് അല്ലേ? അപ്പൊ അളിയൻ ഇത്രയും നല്ല അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് രണ്ടുപേരും ഞാൻ പാടാം. തീർച്ചയായിട്ടും പാടും.
പിന്നെ എന്റെ മോളുടെ വിവാഹമാണ് 16-ാം തീയതി, ജൂലൈ 16-ാം തീയതി. വെരി ഗുഡ്, വെരി ഗുഡ്. നാട്ടിൽ പോകുന്നുണ്ടല്ലോ? അവർക്കുള്ള ഡെഡിക്കേഷൻ. എപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത്? നാട്ടിലേക്ക് നാളെ രാത്രി പോകും. വെരി ഗുഡ്. അപ്പോ പെരുന്നാള്, മോളുടെ കല്യാണം, അങ്ങനെ ആകെ മൊത്തം അടിപൊളി സന്തോഷത്തിന്റെ ഒരു എല്ലാരും കൂടി വന്നിട്ട് അടിച്ചു പൊളിക്കാം. പക്ഷെ നാളെ രാത്രി ആയതുകൊണ്ട് തന്നെ ഈദ് നാളത്തെ ഒരു ദിവസം വീട്ടിലുണ്ടാവാൻ പറ്റില്ല അല്ലേ? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ആ സന്തോഷത്തിന്റെ ഒക്കെ ഫീലിംഗ് പോരട്ടെ പാട്ടില്. ഓക്കെ. എല്ലാം പാടത്തുള്ള നന്നാവോടയോന് എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എന്റെ ജലാലായ തമ്പുരാനെ എല്ലാം പാടത്തുള്ള നന്നാവോടയോന് എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എന്റെ ജലാലായ തമ്പുരാനെ. പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ അല്ലേ? സൂപ്പർ, പെട്ടെന്ന് തീർന്നു പോയി. ഞാൻ വിചാരിച്ചു അത് ഫുള്ളായിട്ട് പാടാന്ന് വിചാരിച്ചു, പക്ഷെ സൂപ്പർ ആയിട്ട് ഞാൻ പാടാൻ ഇനിയും ഇതുപോലെ ആൾക്കാർ വെയിറ്റ് ചെയ്യല്ലേ? അതെ 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 തീർച്ചയായും. എന്തായാലും അളിയൻ പറഞ്ഞത് ഒട്ടും തന്നെ തെറ്റല്ല, വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഇനിയും കണ്ടിന്യൂ ചെയ്തോളൂ. ഇപ്പൊ എനിക്ക് അഹങ്കാരങ്ങൾ കൂടുതലാണ്. ഇല്ല, ഞാൻ കൂടെ പാടാൻ നോക്കിയത്, പക്ഷെ നിഷ ആദ്യം തന്നെ പറഞ്ഞു പാടരുതെന്നുള്ള സൂചന തന്നുകൊണ്ടാണ് പാടാതിരുന്നത്. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നാട്ടിൽ വിളിക്കുന്ന എല്ലാരോടും ഈദ് മുബാറക് അറിയിക്കുക, മോളോടും ഒക്കെ ഈദ് മുബാറക് അറിയിക്കുക. ഒപ്പം അഡ്വാൻസ്ഡ് വിവാഹ മംഗളാശംസകൾ നേരുന്നു. മോളോട് മാത്രം പറഞ്ഞാൽ എനിക്ക് നാളെ ചെല്ലാൻ പറ്റൂല. എനിക്ക് 2 മക്കളുണ്ട്, ആൺമക്കളും ഉണ്ട്. എല്ലാവരോടും നമ്മുടെ ഈദാശംസകൾ പറയാം. വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ശരി. താങ്ക് യു സോ മച്ച്. അത് തന്നെയാണ് ആ സന്തോഷം ഇവിടെ എത്തുന്നത്. നമ്മളിങ്ങനെ അവരുടെ ഒക്കെ വിശേഷം കേൾക്കുമ്പോൾ നമ്മളും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം പ്രത്യേകിച്ച് ഈദൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കോളർ ഉണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ജോബ് ആയിട്ടുണ്ട്. അപ്പോ ഈദിന്റെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റു പല വിശേഷങ്ങളും. ഈദ് ഇത്തവണ എനിക്കൊന്ന് ദുബായിൽ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഈദ് ആഘോഷങ്ങൾ നടക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും പുറത്താണെങ്കിലും പോയി കഴിക്കുന്നവരുണ്ട്. മിക്ക ആളുകളും വീട്ടിൽ ഫുഡ് വെച്ച് കഴിക്കുന്നുണ്ടെങ്കിലും പുറത്ത് പോയി കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും മിക്ക ഹോട്ടലുകളിലും ഒരു വളരെ വലിയ ഒരു എന്താ പറയുക ബുഫേ ഉണ്ടാവും, ചിലപ്പോ ഓഫേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ദുബായിലെ മിക്ക ഹോട്ടലുകളും ഇതിന്റെ ഒരു ആഘോഷ തിരക്കിലാണെന്ന് തന്നെ പറയാം. അതെ, മറ്റൊരു പ്രേക്ഷകർ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഈദ് മുബാറക്. ഹലോ, ഈദ് മുബാറക്. ആരാണ് സംസാരിക്കുന്നത്? നീതു. നീതു എവിടുന്നാ വിളിക്കുന്നത്? ഷാർജ. നീതു നവീൻ. അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഈദ് മുബാറക്. ഈദ് മുബാറക്. നവീൻ എവിടെ? നവീൻ ഇവിടെ ഉണ്ട്. നവീൻ രാവിലത്തെ ഷോയില് വിളിച്ചത് കൊണ്ട് ഇപ്പൊ എനിക്ക് വന്നു. അതെ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് നവീൻ വിളിച്ച് ആധിപത്യം സ്ഥാപിക്കണ്ട, ഇടയ്ക്കൊക്കെ വിട്ടുകൊടുക്കട്ടെ എന്ന് അല്ലേ നീതുവിനും കൂടി. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. സംസാരിക്കാൻ അവസരം തരണേ ഇല്ലാന്ന് തോന്നുന്നു. എന്തോ എനിക്ക് അതെന്താന്നറിയോ? അല്ലല്ല, നീതു എന്താ പറയാൻ കാരണം അറിയോ? ഗുഡ് ഈവനിങ് യില് എന്റെ ശബ്ദം മാത്രമാണ് ഇങ്ങനെ മുഴങ്ങി നിൽക്കുന്നത്. അപ്പൊ ഇന്നിപ്പൊ ഞാൻ കുറച്ച് സൈലന്റ് ആയതുകൊണ്ടാണ് തോന്നാൻ കാരണം. പാവല്ലേ, സംസാരിച്ചോട്ടെ ആഗ്രഹമല്ലേ. ഡെയിലി ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കണില്ലല്ലോ ലൈവില്. ഇതിലൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒരാൾക്ക് സംസാരിക്കാൻ സമയം കൊടുക്കത്തില്ല. എന്തോ കേട്ടില്ല. പുള്ളിക്കാരനൊപ്പം നിൽക്കുകയാണെങ്കിൽ ആർക്കും ഇല്ല, അങ്ങനെ അവസരം കൊടുക്കില്ല. കാരണം നമ്മൾ ന്യൂസ് വായിക്കുന്നതല്ലേ, ഒരാൾക്കും അവസരം കൊടുക്കില്ല. നിങ്ങൾ കേട്ടാ മതി. റേഡിയോ ആണ്, നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലും അതിനില്ല, ഞാനേ പറയൂ. അത് ന്യൂസ് വായിക്കുന്ന ആൾക്കാരുടെ ഒരു ശീലാണ്, നമ്മൾ അങ്ങോട്ട് പറയും. എനിവേ, ഈദായിട്ട് എന്തൊക്കെയാണ് ആഘോഷങ്ങള്? ആഘോഷം പുറത്തു പോകും, അത്രേ ഉള്ളൂ. അതെ അല്ലേ. ഇന്നലെ വൈകിട്ട് വിളിച്ചിരുന്നു, അപ്പൊ പ്ലാൻസ് ഒന്നും ആയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോ പ്ലാൻസ് ഒക്കെ ആയോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. രാവിലെ മുതലേ പരിപാടികളൊക്കെ കാണുന്നുണ്ട്. ഇനിയും ഒരുപാട് പരിപാടികളുണ്ട്, സൂപ്പർ ഹിറ്റ് സിനിമകളൊക്കെ ഉണ്ട്. എല്ലാം കാണുക, എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഈദ് മുബാറക്. താങ്ക് യു താങ്ക് യു താങ്ക് യു. നവീൻ ഭായിയുടെ അന്വേഷണം പറയും. ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പൊ നിഷ, അതുകൊണ്ട് നിഷ കൂടുതൽ സംസാരിക്കും, ഞാൻ കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ചാൻസ് തന്നാണ്. ഇനി പ്രോഗ്രാം കഴിഞ്ഞിരുന്ന് കരയണ്ടല്ലോ. അതുകൊണ്ട് അവസരം തന്നാണല്ലേ. അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ആരാണ് സംസാരിക്കുന്നത്? സത്താർ, അബുദാബി.
സത്താർ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല ശേഷം നല്ല വിശേഷം അല്ലേ? നമ്മൾ ഇന്നലെയും കൂടെ സംസാരിച്ചിരുന്നു. സത്താർ എനിക്ക് തോന്നുന്നു NTV സ്ഥിരം പ്രേക്ഷകനാണ്. നമ്മളുടെ എപ്പോഴത്തെ ഷോസ് ഉണ്ടെങ്കിലും വിളിക്കും, രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും രാത്രിയിലാണെങ്കിലും അല്ലേ സത്താർ? പിന്നെ ഒരുപാട് സന്തോഷം. സത്താർ എവിടെയാ? നാട്ടിൽ നിന്ന് എവിടെയാ? പെരിന്തൽമണ്ണ. ഇന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് എന്തൊക്കെയാണ് ഈദാഘോഷങ്ങൾ, എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? രാവിലെ വന്നിട്ട് NTV വെച്ച് അതിലേക്ക് വിളിച്ച് ഈദ് മുബാറക്ക് പറഞ്ഞു. NTV തുറന്നാൽ തന്നെ ഫുൾ ഈദ് ആഘോഷത്തിന്റെ മൂഡ് കിട്ടുന്നില്ലേ? ലോകമെമ്പാടുമുള്ള ഫാമിലി വിളിക്കുന്നു, അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു, അവർ നാട്ടിൽ ഉമ്മയെ മിസ് ചെയ്യുന്നു, ബാപ്പയെ മിസ് ചെയ്യുന്നു, അങ്ങനെ അവരുടെ കുടുംബത്തിൽ എന്തൊക്കെയാണോ അതൊക്കെയാണ് NTVയിലൂടെ പ്രേക്ഷകർക്ക് എത്തുന്നത് അല്ലെ? തീർച്ചയായും. എന്താണ് ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത്? ദമ്മു ബിരിയാണി. അതിന്റെ പരിപാടിയിലാണ്. ആരാണ് നേതൃത്വം നൽകുന്ന? ആരാ? ഞങ്ങളെല്ലാരും ഉണ്ട്. രമേശൻ, ദാസിക്കുണ്ട്, തൗഫീഖുണ്ട്, എല്ലാരും ഉണ്ട്. എല്ലാരും കൂടി ചേർന്നിട്ട് പാട്ട് പാടുന്നുണ്ടോ? ഇല്ല, പാട്ട് പാടുന്നില്ല. അവിടെ ആരും പാടില്ലേ? തൗഫീഖ് പാട്ട് പാടില്ലേ? അപ്പൊ തൗഫീഖിന് കൊടുക്കും. കൊടുക്കൂ. ചെറുതായിട്ട് പാടും. ഒരു ഇപ്പൊ പാടും. ഓക്കെ, ഇപ്പൊ പാടാം. ഹലോ, ഈദ് മുബാറക്. ഈദ് മുബാറക്. ആരാ? തൗഫീഖാണോ? അതെ, തൗഫീഖാണ്. തൗഫീഖ്, അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് നമുക്ക് വേണ്ടി പാടിത്തരാൻ പോകുന്നത്? ഞാൻ ചെറുതൊരു രണ്ടുപേര് പാടാം. ഓക്കെ, പാടിക്കോ. മക്കത്ത് പൂത്തൊരു ഈ താമരത്തിലെ ഓലിലയായെങ്കിൽ അക്കത്ത് മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്ത് ബിലാലിന്റെ വാങ്കൊലി കേക്കണ കാറ്റലയായെങ്കിൽ മമ്പുറമമ്പിയ നാട്ടിലെ അന്ന് പിറന്നെങ്കിൽ. ഹലോ, തൗഫീഖ് പ്രൊഫഷണൽ സിംഗർ ആണ് കേട്ടോ. ആദ്യം നമ്മൾ നോട്ടീസ് ചെയ്യാൻ സൗണ്ട് ആണെന്ന് തോന്നുന്നു. തൗഫീഖ് പ്രൊഫഷണൽ സിംഗർ ആണല്ലോ, സത്യം പറ. ഞാൻ അങ്ങനൊന്നുമില്ല. സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. ആള് കണ്ടുപിടിച്ചു. ആ ഫീൽ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പിയാനോ എന്ന് പറഞ്ഞ പരിപാടിയിലൊക്കെ വിളിക്കുക, ഗസ്റ്റ് ആയിട്ട് വരണം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി നാട്ടിൽ വിളിക്കുമ്പോ കുടുംബത്തോടും എല്ലാരോടും നമ്മുടെ ഈദാശംസകൾ അറിയിക്കുക. വിളിച്ചതിന് ഒരുപാട് സന്തോഷം തൗഫീഖ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ പാട്ടുകൾ ഇതുപോലെ നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കുന്നതോടൊപ്പം പാട്ട്, പ്രത്യേകിച്ച് എല്ലാവർക്കും പാട്ട് പാടാം. ഇത് നമ്മുടെ കുടുംബ വേദിയാണ്, അതുകൊണ്ട് വിളിച്ച് മടിയുടെയോ അല്ലെങ്കിൽ അങ്ങനൊന്നും ആവശ്യമില്ല അല്ലെ? കാരണം നമ്മളുടെ പ്രേക്ഷകരാണ്, നമ്മുടെ NTV ആണ്. തീർച്ചയായും. അല്ലെങ്കിൽ ആർക്കും അങ്ങനെ ഒന്നും തോന്നാനോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഞാൻ പാടിയ ശരിയാവോ, അങ്ങനത്തെ ഒരു ഫീലും വേണ്ട. ധൈര്യമായിട്ട് വിളിക്കാൻ. ഇത് ആഘോഷത്തിന്റെ നിമിഷമാണ്. കാരണം ഇവിടെ നിൽക്കുന്ന ആരും തന്നെ പാടുന്നവരല്ല. ഞാൻ നിഷ പാടും, ഞാൻ പാടും. അതുകൊണ്ട് എന്തായാലും നമുക്കിനിപ്പോ ഒരു പാട്ടൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നാലോ? എല്ലാവർക്കും ഒരു ബ്രേക്ക് കൊടുക്കാം. അതെ, അപ്പൊ ഇതുവരെ വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ്. വളരെ മനോഹരമായ ഒരു പാട്ട്. തൗഫീഖ് പാടിയ പാട്ട് തന്നെയാണ് അമൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. തൗഫീഖ്, ഈ പാട്ട് കേട്ടല്ലോ. എന്തായാലും തൗഫീഖും ഇതേപോലെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും വിളിച്ച് നിങ്ങളുടെ ഈദ് ആശംസകളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കാനുള്ള ഒരു അവസരമാണ്. എന്തായാലും വിളിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ വിളിച്ച് അവരുടെ കുടുംബത്തിന്റെ വിശേഷങ്ങളും സുഹൃത്തുക്കൾ വരുന്നതും മറ്റ് എമിറേറ്റ്സിലോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് പങ്കുവെക്കുന്നത്. നിങ്ങൾക്കും വിളിച്ച് നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം. വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ഒരു പ്രേക്ഷകൻ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഈദ് മുബാറക്. ആരാണിത്? ഈദ് മുബാറക്. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഷംസുദ്ദീനാണ്, ബദാസായിരുന്നു. എവിടുന്ന? ബദാസ എന്ന് പറയുന്നത് നമ്മൾ ആ റുവൈസിലോട്ടൊക്കെ പോകുന്ന വഴിക്കാണോ? ആ റുവൈസിന്റെ അടുത്തുനിന്ന്, റുവൈസും താരിഫും. വെരി ഗുഡ്. ഫ്രണ്ട്സിന്റെ കൂടെയാണോ കുടുംബത്തോടൊപ്പം ആണോ? എങ്ങനെയാണ് ഈ വർഷത്തെ ഈദ് ആഘോഷം? ഫ്രണ്ട്സിന്റെ കൂടെ. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാരും ഉണ്ടോ? ഇപ്പൊ എല്ലാരും കൂടെ ഉണ്ടോ? എല്ലാവരും കൂടെ ഉണ്ട്. രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ? പോയി വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കണം, അത് ഞാൻ കഴിക്കണം. ഓക്കെ. ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതിലുള്ള ക്യാപ്റ്റൻ? ആരാണ്? അലിയാണ് നമ്മളുടെ ഉസ്താദ്, നമ്മളെ റൂമിലുള്ള അലി. ഓക്കെ. അലിബായ് എന്താണ് ഉണ്ടാക്കാറ്? എന്താണ് സ്പെഷ്യൽ അലിബായുടെ? ഇന്ന് ഞങ്ങള് നാടൻ ഫുഡാണ് ഉണ്ടാക്കിയത്. അതായത് രസം, മോരുകറി, പപ്പടം, പയറ്, സദ്യ, ചോറ്, അങ്ങനെ. കാരണം നോമ്പായിട്ട് എന്നും ബിരിയാണിയും ഇതൊക്കെ. നോൺ വെജ് ഒന്നുമില്ല ഇന്ന്? ആ മുസ്തഫ അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട്, മുസ്തഫയാണ് ഉണ്ടാക്കി പറഞ്ഞിട്ട്. മുസ്തഫനെ പറയാൻ വിട്ടുപോകരുത്. കാസർഗോഡ് മുസ്തഫ. ആ മുസ്തഫക്ക് അപ്പൊ നാട്ടിലും ഇന്ന് പെരുന്നാളാണല്ലോ. കാരണം മുസ്തഫക്ക് ഇന്ന് പെരുന്നാളാണ് നാട്ടില്. അതെ അതെ. അപ്പൊ ഡബിൾ സന്തോഷാണ്.
ആ അതെ അതെ. അപ്പൊ പിന്നെ ഈ കൂട്ടത്തിൽ ആരാണ് പാട്ട് പാടുന്നത്? പാട്ട് പാടുന്നത് പാട് ആര് പാട്ട് പാടും? ആർക്കും പാടാം, ആർക്ക് വേണം പാടാം. പാട്ട് ഇങ്ങനെ ആരും പാടാറില്ല. ഇല്ല, പാട്ട് പാടാം. എന്നാലും കാണുമല്ലോ എല്ലാ ആഘോഷങ്ങളും. ഏതാ? ഒരുത്തം പാട്ട് പാടിയിരുന്നു, മൊയ്തീൻ ഷാ പറഞ്ഞിട്ട്, അവൻ പുറത്തു പോയിരിക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ അവനെ പുള്ളിനെ കൊണ്ട് പാടിക്കായിരുന്നു. നാട്ടില് വിളിച്ചോ? നാട്ടില് വിളിച്ചു, പക്ഷെ നെറ്റ്വർക്ക് വിഷയം പറഞ്ഞാൽ കിട്ടണമെന്നില്ല. ഇതായല്ലേ എല്ലാരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും നാട്ടിലേക്കൊക്കെ. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്താണ് പരിപാടി? ദുബായിലോട്ടോ അബുദാബിയിലോട്ടൊക്കെ വരുന്നുണ്ടോ? ഞങ്ങളിവിടെ റുവൈസിൽ പോവാച്ചിട്ടാണ്. ഓക്കെ ഓക്കെ. റുവൈസിൽ എവിടെ? നിങ്ങൾ ആ അഡ്നോക്കിന്റെ ഹൗസിംഗ് കോംപ്ലക്സ് ആ ഏരിയയിൽ അങ്ങ് എത്തണോ? അവിടെയാണോ? അഡ്നോക്കിന്റെ അപ്പുറത്ത് ഡൽമ ഐലൻഡ് ഒക്കെ അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങോട്ടേട്ടോ അല്ലേ? കറക്റ്റ് അഡ്രസ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. സദ്യ എന്ന് കേട്ടപ്പോ തൊട്ട് ഇവിടെ ഒരാൾ ഇങ്ങനെ വരാൻ മുട്ടി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ ചോദിച്ച് മനസ്സിലാക്കി വരാൻ വേണ്ടി. ഞങ്ങള് കൊറേ ദൂരെ ഇപ്പൊ പുറപ്പെട്ടാലും എത്തത്തില്ല അല്ലേ? അതിന് മാത്രം ഇപ്പൊ പുറപ്പെട്ടാലും എത്തില്ല അല്ലേ? പിന്നെ നിങ്ങൾ വരുമ്പോഴത്തേനും കഴിയും. അതെ 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 അതെ. അല്ല, ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വരായിരുന്നു. ലൊക്കേഷൻ എന്താണോ വരുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. വിളിച്ച് നിങ്ങളുടെ സന്തോഷം NTV-യിലൂടെ പങ്കുവെച്ചതിന് ഒരുപാട് സന്തോഷം. ആരോടൊക്കെയാണ് പെരുന്നാൾ ആശംസകൾ അറിയിക്കേണ്ടത്? പറഞ്ഞോളൂ. നാട്ടില് ഞങ്ങളെ ഫ്രണ്ട്സ്, ഞങ്ങളെ കൂടെ ഉള്ള എല്ലാവരെയും കുടുംബക്കാർക്കും, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഇവിടെ ഉള്ള എല്ലാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. തിരിച്ച് നമ്മളുടെ പെരുന്നാൾ ആശംസയും നാട്ടിൽ വിളിക്കുമ്പോൾ അറിയിക്കുക. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പെരുന്നാൾ ആശംസ അറിയിക്കുക. ഈദ് മുബാറക്. താങ്ക് യു. അതായത് ചിലർ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സദ്യ. എനിക്ക് തോന്നുന്നു ഒരു കോളർ ഇടാറാണ്, നോക്കാം. ഹലോ ഹലോ ഹലോ, ഈദ് മുബാറക്. ഹലോ, ഈദ് മുബാറക്. സെയിം ടു യു. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഹുസൈനാണ്. എവിടുന്നാ? ഹുസൈൻ, ഹിഷൈസ്, ദുബായ് ഹിഷൈസിൽ നിന്നാണ്. ഓക്കെ. കുടുംബത്തോടൊപ്പാണോ അതോ കൂട്ടുകാരോടൊപ്പമാണോ ഇന്ന്? കുടുംബമില്ല, കുടുംബം നാട്ടിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ തനിച്ചാണോ? തനിച്ചല്ല, കുട്ടി വാപ്പ ഉണ്ട്, അനിയനൊക്കെ ഉണ്ട്. എല്ലാരും വന്നിട്ടുണ്ട് അല്ലേ? എല്ലാരും ഉണ്ട്. രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ ഈദ് ആഘോഷം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈദ് ആഘോഷങ്ങൾ അടിപൊളിയായിട്ട് ഒരു മട്ടൻ ബിരിയാണി ഒക്കെ വെച്ച് കഴിക്കണം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്ന് ദുബായ് മൊത്തം ഒന്ന് കറങ്ങണം. ഒരു 8 മണിയോടെ നല്ല പരിപാടി ഉണ്ടല്ലോ, ഫയർ വർക്സ് കാണാൻ. ഫെസ്റ്റിവൽ സിറ്റിയിലൊക്കെ അല്ലേ? അതെ അതെ അതെ. കുടുംബത്തെ മിസ് ചെയ്യുന്നുണ്ടോ? കുടുംബത്തിനെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. വിളിച്ചോ? കാലത്ത് തന്നെ വിളിച്ചോ? രാവിലെ വിളിച്ച് സംസാരിച്ചായിരുന്നു അവരെയൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞ വർഷമൊക്കെ ഒരുമിച്ചായിരുന്നോ ഇതിനുണ്ടായിരുന്നത്? കഴിഞ്ഞ വർഷമില്ല, 22 വർഷമായിട്ട് ദുബായിൽ തന്നെ ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, കുടുംബത്തോടൊപ്പം. കഴിഞ്ഞ വർഷം ഇത് കുടുംബമായിട്ട് ഇത് ആഘോഷം വളരെ കുറവാണ്. ഓക്കെ 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 ഓക്കെ. നാട്ടിൽ പോകുന്നുണ്ടോ? അടുത്താമറ്റോ? നാട്ടിലില്ല, ഒരു 6 മാസം കഴിഞ്ഞ് പോകാനുള്ള താല്പര്യത്തിലാണ്. 6 മാസം കഴിഞ്ഞിട്ടാണ് അല്ലെ? ഓക്കെ. എന്തായാലും NTV-യിലൂടെ പ്രേക്ഷകരോട് ഈദാശംസകൾ അറിയിക്കാനുള്ള ഒരു അവസരമാണ്. പറഞ്ഞോളൂ, ആരോടൊക്കെയാണ് ഈദാശംസകൾ അറിയിക്കേണ്ടത്? ഈദാശംസകൾ അറിയിക്കാനുള്ള ദുബായിലുള്ള എല്ലാ കുടുംബക്കാർക്കും ഫ്രണ്ട്സുകൾക്കും നാട്ടിലുള്ള വൈഫിന്, ഫാദർ, മദർ, അവർക്ക് എല്ലാവർക്കും ഈദാശംസകൾ അറിയിക്കും. പാട്ട് പാടുവോ? പാട്ട് പാടാറുണ്ട്? പാട്ട് പണ്ടൊക്കെ പാടായിരുന്നു, ഇപ്പൊ പ്രായം കുറെ പാട്ടൊക്കെ നിർത്തി. അപ്പൊ എന്താ 2 വരി പാടാം? നോക്കൂ. 2 വരി പാടാനുള്ള മൂഡില്ല രാവിലെ. ആണോ? ആ ഫാമിലി ഇല്ലാത്തതുകൊണ്ട് ഒരു മൂഡ് ഔട്ടിലാണോ? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ നിർബന്ധിക്കുന്നില്ല, മൂഡില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ചായിരുന്നു. ഓക്കെ. അപ്പൊ നാട്ടിൽ വിളിക്കുമ്പോ എല്ലാവരോടും നമ്മുടെ പെരുന്നാൾ ആശംസ അറിയിക്കുക. ഒപ്പം ഇവിടെയുള്ള സുഹൃത്തുക്കളോടൊക്കെ നമ്മുടെ പെരുന്നാൾ ആശംസ അറിയിക്കുക. വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ഓക്കെ. അദ്ദേഹം പാട്ട് പാടുമായിരുന്നു, പക്ഷെ കുടുംബം നാട്ടിലായതുകൊണ്ട് മൂടില്ല. പണ്ട് പാടിയിരുന്നു, ഇപ്പൊ പാടാറില്ലെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ നാളായിട്ട്, അതല്ലെങ്കിലും അങ്ങനെയാണ്, ഏത് കലയാണെങ്കിലും നമ്മൾ കുറെ നാളായിട്ട് ചെയ്യാണ്ടിരിക്കുമ്പോ ആ ഒരു ടച്ച് വിട്ടുപോയിട്ട് പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് കുറവ് തോന്നുമായിരിക്കും. അതാണ്. എന്തായാലും ഇതുപോലെ തന്നെയാണ് ശ്രീജിത്തിന്റെ കാര്യവും. കുറെ വർഷങ്ങൾക്ക് ശേഷം, അതായത് 10-30 വർഷങ്ങൾക്ക് മുൻപ് നന്നായിട്ട് പാടിയിരുന്നു. 30 വർഷം മുൻപ്. ഇപ്പൊ എന്തായാലും കഴിഞ്ഞ 20 വർഷമായിട്ട് പാടില്ല. അല്ല, ഇനി ഞാനത് പൊടി തട്ടി എടുക്കാൻ പോവാണ്, കാരണം നിങ്ങളുടെ അടുത്തൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി. അപ്പൊ എന്തായാലും അടുത്ത പ്രേക്ഷകർ ചേർന്ന്. ഹലോ, ഈദ് മുബാറക്. ഹലോ
ചേർന്നിട്ടില്ല. ടിവിയുടെ വോളിയം പൂർണ്ണമായിട്ട് കുറച്ച് വെക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിഷ, നമ്മൾ പ്രവാസ ലോകത്താണെങ്കിൽ ഇവിടെ UAE നിൽക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ ബന്ധുക്കളാവട്ടെ എല്ലാവരും എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് നെഞ്ചിലേറ്റിയാണ് ആഘോഷിക്കുന്നത്. നമ്മൾ ഈവൻ നോമ്പെടുക്കുമ്പോഴായാൽ പോലും എല്ലാവരും ജാതി മതഭേദമന്യേ നോമ്പെടുക്കുന്നു. എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് നെഞ്ചിലേറ്റി. അത് ശരിയാണ്. ഇത്തവണയാണെങ്കിലും എനിക്ക് ഒരുപാട് പേരെ അറിയാം മുസ്ലിം അല്ലാഞ്ഞിട്ട് കൂടി നോമ്പെടുത്ത് ആ ഒരു ഇതിൽ പങ്കുചേരുന്നവർ. കാരണം ഒരു കാര്യം എന്താന്ന് വെച്ചാല് മെയിൻ ആയിട്ടും എല്ലാരും എടുക്കുമ്പോൾ അവർക്കൊരു പ്രചോദനമാണ് അല്ലെ മറ്റുള്ളവർക്ക്. എന്ന് വെച്ചാല് അത് സ്പിരിച്വൽ ആവാം, അല്ലെങ്കിൽ ഒരു സന്തോഷം എല്ലാവരുടെയും കൂടെ ചേരുമ്പോ. അതെനിക്ക് നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയി വരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ അബുദാബിയിൽ സുഹൃത്തുക്കളോടൊപ്പം താമസിക്കുമ്പോൾ എന്റെ സുഹൃത്തുക്കളായ റഫീഖ് ഭായി, സുൽത്താൻ, അമീർ, ഒരുപാട് പേരുണ്ട്, അതെ, ഉണ്ണി, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നോമ്പെടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നോമ്പെടുക്കും. വൈകുന്നേരം ആകുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നോമ്പിന്റെ വിഭവങ്ങൾ തയ്യാറാക്കും. അതുപോലെ പെരുന്നാളാകുമ്പോൾ നമ്മൾ അവിടുന്ന് അബുദാബിയിൽ നിന്ന് ദുബായിലോട്ട് വരും. അങ്ങനെ എല്ലാ ആഘോഷം, ഇത് നമ്മുടെ ഒരു ആഘോഷമായിട്ട് അങ്ങനെ ഇന്ന ആഘോഷം എന്നില്ലാതെ ക്രിസ്മസ് ആയാലും ഓണായാലും വിഷു ആയാലും പെരുന്നാളായാലും എല്ലാം നമ്മളെല്ലാവരും ഒരുമിച്ച്. അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഈ നാട്ടിന്റെ ഒരു പ്രത്യേകത. ഇത്തവണ നമ്മൾ മിക്ക പത്രങ്ങളിലും എപ്പോ എടുത്തു നോക്കിയാലും ഒരു മതസൗഹാർദ്ദത്തിന്റെ വാർത്തയെങ്കിലും ഉണ്ടാവാത്ത ദിവസങ്ങളില്ല. ഇപ്പൊ ക്രിസ്ത്യൻ പള്ളികള് നോമ്പ് തുറയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുരുനാനാക്ക് അല്ലെ, അങ്ങനത്തെ പല മുസ്ലിം ദേവാലയത്തിന് ക്രിസ്ത്യൻ എന്ന പേര് നൽകുക. അങ്ങനെ ലോകത്തിന് മാതൃകയായിക്കൊണ്ട് തന്നെ UAE ഓരോ ദിവസവും, കാരണം ഇവിടെയുള്ള ഭരണാധികാരികളും ഇവിടെയുള്ള നാട്ടുകാരും ഒക്കെ നമ്മളെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി, ഇവിടെ ഒരു അമ്പലം കെട്ടിപ്പടുക്കാൻ വേണ്ടിട്ട് ഒരു ബർദുബായി അത്രയും ഏരിയ തന്നെ വിട്ടുകൊടുത്ത് തീർച്ചയായിട്ടും ഇപ്പോഴെന്നല്ല പണ്ട് തൊട്ടേ ഒരു മാതൃക സൃഷ്ടിക്കാനുള്ള ഒരു ലോകത്തിന് മുൻപിൽ UAE എന്നും മാതൃകയായിട്ടാണ് നിൽക്കുന്നത്. ഹലോ, അടുത്ത പ്രേക്ഷകൻ ചേരുന്നു. ഹലോ, ഈദ് മുബാറക്. ഹലോ, ഈദ് മുബാറക്. ആരാണിത്? എല്ലാവർക്കും ഈദ് ആശംസകൾ. മൃദുലാന്റിയാണ്. മൃദുലാന്റി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം അല്ലേ. എന്താണ് ഈദായിട്ട് എന്താണ് ഇന്ന് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്? പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ? ഭക്ഷണം ഉണ്ടാക്കി, ആലു പൊറോട്ട ഉണ്ടാക്കി കഴിച്ചു. ഹെവി ആയിട്ട് തന്നെയാണല്ലോ അല്ലെ? ഹെവി ആയിട്ട് തന്നെയാണല്ലോ ഉണ്ടാക്കിയത്. ഉച്ചക്ക് പുറത്തുനിന്നാണോ അതോ വീട്ടിൽ തന്നെ വെച്ച് കഴിക്കാണോ? ഇല്ല, വീട്ടിൽ നിന്ന് തന്നെ. വീട്ടിൽ നിന്ന് തന്നെയാണ് അല്ലെ. പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം എല്ലാരും വീട്ടിലുള്ള ദിവസമല്ല, അതാ ഞാൻ ചോദിച്ചത്. കാരണം മക്കളും മരുമക്കളും അല്ലെ, മരുമക്കളും ഉണ്ടെന്നാണ് വിശ്വാസം. എല്ലാവരും ഉണ്ട്, പേരക്കുട്ടികളും എല്ലാവരും ഉണ്ട്. അതെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും കൂടെ ഒത്തുചേരാൻ ഒരു ദിവസം കിട്ടിയാണ്. കാരണം ഒരാൾക്ക് ലീവ് ഉള്ളപ്പോ ചിലപ്പോ മറ്റൊരാൾക്ക് ലീവ് ഉണ്ടാവില്ല. ഇന്നിപ്പോ എല്ലാവർക്കും അവധി തന്നെയാണല്ലോ അല്ലെ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈദ് ആശംസകൾ അറിയിച്ചതിന് ഒരുപാട് സന്തോഷം. കുടുംബത്തിലെ എല്ലാവരോടും നമ്മുടെ NTV ഫാമിലിയുടെയും ഈദ് ആശംസ അറിയിക്കുക. താങ്ക് യു. വീണ്ടും വിളിക്കുക. മൃദുലാന്റിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, മൃദുലാന്റിയുടെ കവിത ചോദിക്കാൻ മറന്നു. ഇന്നലെ കവിത പാടി തന്നിരുന്നു നമുക്ക്. ചൊല്ലിക്കാമായിരുന്നു. അതെ, എന്തായാലും ഒരു പാട്ട് കണ്ടതിന് ശേഷം തിരിച്ചു വന്നാലോ? തീർച്ചയായിട്ടും. വെൽക്കം ബാക്ക്. അപ്പൊ ഇതിന്റെ എല്ലാ ഫീലോടും കൂടി മറ്റൊരു പാട്ട് കൂടി ഇതുവരെ വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും ഈ പാട്ട് കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കും വിളിച്ച് നിങ്ങളുടെ ഈദാശംസകൾ അറിയിക്കാവുന്നതാണ്. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും എല്ലാവർക്കുമുള്ള വിഷസ് നിങ്ങൾക്ക് NTVയിലൂടെ അറിയിക്കാനുള്ള ഒരു അവസരമാണ്. കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈദ് മുബാറക്. ആരാണ് സംസാരിക്കുന്നത്? ഹയർ മുബാറക്. ഞാൻ തസ്ബയിൽ നിന്ന് ഭീമാപ്പള്ളി അലിയാണ് സംസാരിക്കുന്നത്. അലിബായ്, എവിടെയായിരുന്നു ഇത്രയും കാലം? ഇവിടെ ഉണ്ട്. അമല് അലിബായുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ, കാരണം കുറെ കാലമായിട്ട് മുങ്ങി നടക്കുക. കാരണം എന്തെന്നറിയോ, അതായത് നമ്മുടെ പുതിയ തലമുറകൾക്ക് ആൾക്കാർ വഴി ഒതുങ്ങി ജീവിക്കണമെന്നാണല്ലോ പ്രമാണം. വഴി കൊടുത്തല്ലേ? വഴി കൊടുത്തു. പുതിയ സ്റ്റാഫുകളൊക്കെ വരുന്നു. നല്ല രീതിയിലുള്ള അവതരണമാണ്. ഞാൻ എപ്പോഴും പരിപാടി കാണും. എത്ര തിരക്കുണ്ടായിരുന്നാലും തിരക്ക് ജീവിതമാണ്. എന്നിരുന്നാൽ പോലും NTV എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്. സന്തോഷം അലിബായ്. പക്ഷെ അലിബായ് അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കരുത്. അലിബായ് എന്നും വിളിക്കണം.
തീർച്ചയായിട്ടും അതാണ് ഞാൻ 1 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോഴും മൈക്കെടുത്ത് സംസാരിക്കുന്നത്. എനിക്കറിയാം. ഞാൻ ഇവിടെ ചോദിക്കുകയും ചെയ്തു, അലിബായ് എന്ന് പറഞ്ഞിട്ടൊരു പ്രേക്ഷകൻ വിളിക്കുകയാണെങ്കിൽ എന്നോട് പറയണമെന്ന് വരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും NTV പ്രേക്ഷകർക്കും എന്റെ ശബ്ദം ശ്രവിക്കുന്നവർക്കും NTV അണിയറ പ്രവർത്തകർക്കും ചെയർമാൻ അദ്ദേഹത്തിനും എല്ലാവർക്കും ഊഷ്മളമായ ഒരു ഈദ് മുബാറക്ക് ആശംസിച്ചുകൊള്ളുന്ന ആദ്യം തന്നെ. ഓക്കെ, എന്താണ് ഈദിന് പ്രേക്ഷകരോട് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? ഈ മെസ്സേജ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടം നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതം തന്നെ സേഫ്റ്റി ആയിട്ട് നടക്കേണ്ട ഒരു കാലഘട്ടമാണ്. പറഞ്ഞോളൂ അലിബായ്. പ്രത്യേകിച്ചും ഇപ്പോഴ് ഈദ് ആഘോഷിക്കുന്നു, സ്കൂൾ അടച്ചു, ആനുവൽ ലീവായിട്ടൊക്കെ നാട്ടിൽ പോകുന്നു നമ്മുടെ സ്കൂൾ കുട്ടികളടക്കം. അപ്പോൾ നാട്ടിൽ പോയാൽ വരെ അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്തെന്നാൽ 3 കാര്യമാണ്. ഒന്ന്, ഇത് പെരുന്നാൾ ആഘോഷിക്കുന്നു. രണ്ടാമത് ആനുവൽ ലീവായിട്ട് നാട്ടിൽ പോകുമ്പോൾ ആ ഒരു ആഘോഷം. മൂന്നാമത് നമ്മുടെ കേരളത്തിന്റെ തനിമയാർന്ന എല്ലാവരുടെയും ഒരു ആഘോഷമായ ഓണം വരുന്നു. അപ്പോൾ നമ്മൾ പല ഭാഗത്തും ടൂറിസ്റ്റായിട്ട് എല്ലാ സ്ഥലത്തും നമ്മൾ പോകും. പുഴ, കായൽ, കടൽ ഈ ഭാഗങ്ങളിൽ വിനോദസഞ്ചാരമായി നമ്മൾ പോകുമ്പോൾ സേഫ്റ്റി ബെൽറ്റ് നിർബന്ധമായിട്ട് ധരിക്കുക. നല്ല രീതിയിൽ നീന്തൽ അറിയാത്ത കുട്ടികളെ ഒരിക്കലും സ്വിമ്മിംഗ് പൂളിൽ വരെ കുളിപ്പിക്കാതിരിക്കുക. ഡ്രൈവിംഗ് ചെയ്യുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക. ടെലിഫോണിൽ കൂടെ ഉള്ള അമിതമായ സംസാരങ്ങൾ നിർത്തുക. പാഴാകുന്നത് നമ്മുടെ ജീവിതമായിരിക്കും. നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ നാട്ടിലുണ്ട് എന്ന ഓർമ്മയും നമുക്ക് വേണം എന്ന് മാത്രം സഹോദരങ്ങൾക്ക് ഒരു മെസ്സേജായി ഞാൻ തരികയാണ്. അതുപോലെ ഒരിക്കലും നമ്മൾ പാർക്കിൽ പോയിട്ടും അമിതമായിട്ടുള്ള രീതിയിൽ സമയം ചെലവിടുന്നത്, വീട്ടിൽ അനുയോജ്യമായ സമയം കണ്ടെത്തി മാതാപിതാക്കളുമായിട്ട് വീട്ടിൽ കിട്ടുന്ന ടൈം ചെലവിടുക എന്നതുകൂടി ഈ മെസ്സേജിൽ നിങ്ങൾക്ക് കൈമാറുകയാണ്. വളരെ നന്ദി അലിബായ്. അപ്പോ അലിബായ് എപ്പോ വിളിക്കുമ്പോൾ ഒരു മെസ്സേജ് നമുക്ക് നൽകും. എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷമാണ് അലിബായിയുടെ കോള് കിട്ടുന്നത്, മെസ്സേജ് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഞാനാണ്. നമ്മുടെ NTVയിൽ രാവിലെ തന്നെ അതായത് ട്രൈ ചെയ്തു, കിട്ടിയില്ല. നമ്മുടെ സ്ക്രീനിൽ 055238774 എന്ന നമ്പര്, അതിൽ ഒരക്ഷരം കാണുന്നില്ല. അതായിരിക്കണം ഈ ഒരൊറ്റ നമ്പറിൽ തന്നെ വിളിച്ച് പ്രേക്ഷകർക്ക് അത് ഭയങ്കര എൻഗേജഡ് ആയി കാണുന്നു. അത് ശ്രദ്ധിക്കണം NTV പ്രേക്ഷകർ. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി അലിബായ്. പിന്നെ ഒരു കാര്യം കൂടി പറയുവാനുള്ളത് എന്തെന്നാൽ പാട്ട് പാടണോ? ഓക്കെ, ഞാൻ നിഷിയോട് പറയുന്നുണ്ട്, ഷോ കഴിയുന്നതിന് മുന്നായിട്ട് ഒരു പാട്ട് പാടാൻ പറയുന്നുണ്ട്. പാട്ട് എനിക്ക് കൂടുതൽ ആധികാരികമായിട്ട് പാട്ട് പാടാൻ അറിയില്ല, എന്നാലും അലിബായിയുടെ വക പാട്ട് പാട്ടായിക്കോട്ടെ എന്ന് ഞാൻ പാടുകയാണ്. ക്ഷമിക്കുക, നമ്മൾ ഒരു ഗായകനല്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ഈദിന്റെ ആ ഒരു സന്തോഷത്തിലും ആഘോഷത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അലിബായിയുടെ ഒരു പാട്ട്. നടന്ന് നമ്മൾ കബറിലെത്തിച്ചേർന്നിടും, നാള് പൊഴിയും തോറും നമ്മുടെ ആയുസ് കുറഞ്ഞിടും. വീർപ്പിലൊന്ന് നിലച്ചു പോയാൽ ഈ അഹന്ത തീർന്നിടും. മന്നവൻ തന്നുള്ള റൂഹവൻ തന്നെ കൊണ്ട് പോയിടും. കരഞ്ഞുകൊണ്ട് വന്നു നാം കരയിച്ച് പോയിടും. പള്ളിക്കാട്ടിലൊരാറടി മണ്ണിൽ ചെമ്പ് ചേർന്നിടും. നടന്ന് നമ്മൾ കബറിലെത്തിച്ചേർന്നിടും. നാള് പൊഴിയും തോറും നമ്മുടെ ആയുസെണ്ണം കുറഞ്ഞിടും. അലിബായ് ഒരുപാട് നന്ദി. അലിബായ് പാട്ട് പാടുന്ന ആദ്യമായിട്ടാണ് അറിയുന്നത്. അപ്പൊ ഇനി എപ്പോ വിളിച്ചാലും അലിബായ് കൊണ്ട് പാട്ട് പാടിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും എന്നെ കൊണ്ടൊക്കുന്ന രീതിയിലുള്ള പാട്ട് ഞാനും പാടുന്നതായിരിക്കും. പ്രേക്ഷക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം എന്റെ ഈ എളിയവന്റെ ഗാനം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ എന്റെ പ്രിയപ്പെട്ടവർക്കും ആയുരാരോഗ്യത്തിനും ആയുസ്സിനും ദീർഘായുസിനും സർവൈശ്വര്യത്തിനായി ഈ ഊഷ്മളമായ ഈദ് മുബാറക്ക് ആശംസകൾ കൈമാറിക്കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭീമാപള്ളി അലി. താങ്ക് യു സോ മച്ച്. വീട്ടിൽ വിളിക്കുമ്പോൾ എല്ലാവരോടും ഈദാശംസകൾ അറിയിക്കുക. ലോകമെമ്പാടും ഈ ഈദാശംസ കേൾക്കുകയാണ്. താങ്ക് യു അലിബായ്. വീണ്ടും വിളിക്കുക.
അപ്പൊ അലിബായി നമ്മുടെ സ്ഥിരം കോളറായിരുന്നു. ഇടക്കാലത്ത് അലിബായി എവിടെയോ എനിക്ക് തോന്നുന്നു കുറെ നാളുകൾക്ക് ശേഷം ഇത്രയും പ്രോപ്പർ ആയിട്ട് ഒരു മലയാളം കേട്ടു. ഭയങ്കര സന്തോഷം. അലിബായി എപ്പോ വിളിച്ചാലും ഇങ്ങനെ ഒരു മെസ്സേജ് തന്നിട്ടാണ് പോവുക. ഭയങ്കര ഒരു പക്ക മലയാളം. ഒരു അതെ അല്ല, പ്രത്യേകിച്ച് അലിബായി പറഞ്ഞതിൽ ഒരു കാര്യം, നമ്മൾ ഈ ആഘോഷത്തിന്റെ ഇടയിൽ ബീച്ചിൽ പോകുമ്പോഴായാലും സ്പീഡിൽ ഡ്രൈവ് ചെയ്യുമ്പോഴായാലും ഒക്കെ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ അശ്രദ്ധ കാരണം നമ്മൾക്കും മറ്റുള്ളവർക്കും ഒക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാവും. ആഘോഷത്തിന്റെ ഇടയിൽ അതൊരു ദുഃഖത്തിലേക്കായി പോകരുത്. വളരെ ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്യുക. ബീച്ചിൽ പ്രത്യേകിച്ച് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും അല്ലെ. എന്തായാലും ഒരു കോളർ ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ, ഈദ് മുബാറക്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, ഈദ് മുബാറക്. ഹലോ, കേൾക്കാം. ആരാണ് സംസാരിക്കുന്നത്? കേൾക്കുന്നുണ്ട്. ഈദ് മുബാറക് കേൾക്കുന്നുണ്ട്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഭരതാണ് സംസാരിക്കുന്നത്. ഭരത് എവിടുന്നാ? ഞാൻ സംസാരിക്കുന്നത് ഷാർജ. ഈദായിട്ട് എന്തൊക്കെ പരിപാടികളാണ്? ഇതായിട്ട് ഞങ്ങൾ ബിരിയാണി, എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്, മുഹമ്മദ് പറഞ്ഞ എന്റെ ഫ്രണ്ട് ഉണ്ട്, ഞാനാണ് കൂടി കമ്പയർ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്ത് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്? ചിക്കൻ ബിരിയാണി. ഓക്കെ. നാട്ടിലെവിടെ നിന്നാ? നാട്ടില് വയനാടാണ്. വയനാട്. എനിക്ക് കുറച്ച് നിഷ ചോദിച്ചു. അപ്പൊ എന്തായാലും ഇതിന് പ്ലാൻസ് ഒക്കെ ആയോ? പ്ലാൻസ് ഒക്കെ ആയോ? എന്താണ് ഇനി ചെയ്യേണ്ടതെന്നൊക്കെ? ഈ വൈകിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകുന്നുണ്ടോ, അതോ വീട്ടിൽ തന്നെയാണോ, അതോ? ഇല്ല ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ബിരിയാണി എല്ലാം കഴിച്ച് സുഖമായിട്ട് ഒരു ദിവസം വിശ്രമം എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു പ്ലാനിലാണ് അല്ലേ? ആരാണ് ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ ക്യാപ്റ്റൻ? ആരാ? രണ്ടുപേരും മുഹമ്മദാണ്. ഇവർ രണ്ടുപേരും. ഞാൻ പരിക്രമയായിട്ട് ഇങ്ങനെ പിന്നെ പരിക്രമയായിട്ട് കൂടെ നിൽക്കുകയാണ് അല്ലേ? ഓക്കെ. അത് ഇഷ്ടപ്പെട്ടു ആ ഒരു പ്രയോഗം. ഇത് എത്ര അതായത് ഇപ്പോഴത്തേക്ക് വൈകിട്ടേക്ക് നാളേക്ക് എത്ര നേരത്തേക്കാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്? ഇല്ല ഇത് ഞങ്ങളിപ്പോ ഉണ്ടാക്കുന്നത് വളരെ ഇതായിട്ടാണ്. ചില ഒന്നും 2-3 ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ വൈകുന്നേരം വരെ ഉണ്ടാവില്ല. ഫുഡാണ് നിങ്ങൾ പത്തിരി ചിക്കൻ ഫ്രൈ ആണ് വൈകുന്നേരത്ത് നിങ്ങൾ പ്ലാൻ ചെയ്തത്. ഓക്കെ. അല്ല, ഇത് ചോദിക്കാൻ കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കും കൂടി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. 3-4 ആൾക്കാർ വേറെ വരാനുണ്ട് അല്ലെ? അപ്പൊ ക്വാണ്ടിറ്റി അധികം ഇല്ല അല്ലെ? കുഴപ്പമില്ല, തീർച്ചയായും കിട്ടും. എവിടെയാണെന്ന് പറഞ്ഞത്? ദുബായ്, ഷാർജ, എവിടെയാണെന്ന് പറഞ്ഞത്? അപ്പോ പെട്ടെന്ന് വരാനും പറ്റും. ഓക്കെ. ഈ രണ്ടിൽ ആരാണ് പാടാൻ പോകുന്നത്? പാടാൻ ഞങ്ങൾ രണ്ടുപേരും നല്ല പാട്ടുകാരാണ്. പഴയ പാട്ടുണ്ട്, അത് മതിയോ? ഏത് പാട്ടായാലും കുഴപ്പമില്ല, പാടിക്കോ. കാഫുമല കണ്ട പൂങ്കാറ്റേ, കാലി കണി കണ്ടു വന്നാട്ടെ, കാരയ്ക്ക കായ്ക്കുന്ന നാട്ടിന്റെ മധുപോറും ചിത്ത പറഞ്ഞാട്ടെ. പാടിക്കോ. പിന്നൊക്കെ വരില്ല, മറന്നു. വരികൾ അറിയാത്തോണ്ട് നിർത്തുകയാണ് അല്ലേ? നിർത്തരുത്. ഓക്കെ. അപ്പൊ എന്തായാലും നാട്ടിൽ വിളിക്കുമ്പോ എല്ലാവരോടും നമ്മളെ പെരുന്നാൾ ആശംസ അറിയിക്കുക. കൂടെ വരുന്ന ഇപ്പൊ വരാൻ പോകുന്ന സുഹൃത്തുക്കളോടൊക്കെ നമ്മുടെ പെരുന്നാൾ ആശംസ അറിയിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും എന്റെ ഈദ് ആശംസകൾ. നിങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് എല്ലാവർക്കും എന്റെ ഈദ് ആശംസകൾ. താങ്ക് യു. വിളിച്ചതിന് ഒരുപാട് നന്ദി. വീണ്ടും വിളിക്കുക. ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പൊ നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷെ വരികൾ അറിയാത്തതുകൊണ്ടാണ്. എന്തായാലും ഇന്നത്തോടെ ശ്രീജിത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ സംസാരത്തിൽ എന്നെ കടത്തി വെട്ടാൻ ആൾക്കാരുണ്ടെന്ന് ഞാൻ അവസരം കൊടുക്കുകയാണ്. ഞാൻ വിചാരിച്ചത് മൊത്തം ഞാനാണ് ഈ ആൾക്കാരെ ഓവർടേക്ക് ചെയ്ത് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എത്രയോ ഭേദമാണ്. എന്തായാലും ഇല്ല, അവസരം തരുമ്പോഴും എനിക്ക് അറിയാം ഞാൻ ഒറ്റ ഡയലോഗ് വരുമ്പോഴേനും പിന്നെ വീണ്ടും എടുക്കും ആ ടൈം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞോ കുഴപ്പമില്ല. എന്തായാലും അത് മാത്രല്ല, ഇന്ന് നമ്മൾ പറഞ്ഞിരുന്ന പോലെ ഓക്കെ ആ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഈദ് മുബാറക്. ടിവിയുടെ സൗണ്ട് കുറച്ച് വെച്ചിട്ട് ഇവിടെ ശ്രദ്ധിച്ചിട്ട് സംസാരിച്ചോളൂ കേട്ടോ. അതാണ് പ്രശ്നം. ടിവിയിൽ ശ്രദ്ധിക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് ഫെസ്റ്റിവൽ സിറ്റിയിൽ ഇന്ന് വൈകിട്ട് 11 മണിക്കാണ് ഈ ഒരു ഫയർ വർക്ക്സ് നടക്കുന്നത്. അത് മാത്രമല്ല ദുബായില് കുറെ ഈദ് കൺസേർട്സ് നടക്കുന്നുണ്ട്. ഡ്രാഗൺ മാർട്ട് 2-ലും ദുബായ് ഓപ്പറയിലും ഒക്കെ ഈദുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ പ്രശസ്ത സിനിമാ താരം മാമുക്കോയും നിരവധി പ്രഗത്ഭരായ സിംഗേഴ്സും ഒക്കെ പങ്കെടുക്കുന്ന
സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട്. അങ്ങനെ UAE പല ഭാഗത്തും ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ. മാത്രമല്ല ഇതിന് പ്രേക്ഷകരെ നമ്മുടെ പ്രേക്ഷകരെ അല്ല, ഈ ആൾക്കാരെ കാത്തിരിക്കുന്നത് കുറേയധികം നല്ല ഗിഫ്റ്റ്സും ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഷോപ്പ് ആൻഡ് വിൻ സൂപ്പർ സെയിൽ പോലെയുള്ള അതെ, അങ്ങനത്തെ കുറെ വിന്നിംഗ് ഗെയിംസും കോൺടെസ്റ്റും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഓയാസിസ് മോളിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ പല പല മോൾസിലൊക്കെ ഇത് എന്തായാലും നടക്കുന്നുണ്ട്. 24 hours സെയിൽ നടക്കുന്നുണ്ട്, സൂപ്പർ സെയിലൊക്കെ നടക്കുന്നുണ്ട്. സോ പ്രത്യേകിച്ച് പലരും ഇനിയും നാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ഡിസ്കൗണ്ട് നിരക്കിൽ സാധനങ്ങൾ സ്വന്തമാക്കാനുള്ള ഇതൊന്നും കൂടാതെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് NTV കൂടി, ഷാർജയിൽ ഇപ്പൊ എക്സ്പോ സെന്ററിൽ റമദാൻ നൈറ്റ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും 30-ാം തീയതി വരെ ഉള്ളൂ ആ ഒരു പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല ബ്രാൻഡുകൾ ചെറിയ വിലക്ക് 80% വരെ ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാം കിട്ടുന്ന ഒരു റമദാൻ നൈറ്റ് മാർക്കറ്റ് എന്ന് നമുക്ക് പറയാം. എന്തായാലും ഇനി ഒരു പാട്ട് കണ്ട് മറ്റ് കോളേഴ്സിന്റെ വിശേഷങ്ങൾ. വളരെ മനോഹരമായ ഒരു ട്രാക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ വിചാരിക്കണം ഞാൻ ഇവിടെ ഫുള്ള് നല്ല സാരി ഒക്കെ എടുത്ത് നല്ല നാടൻ തനിമ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു അറ്റയറിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരാള് ഭയങ്കര ഫ്രീക്കനായിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒരു നഗ്ന സത്യം പറയട്ടെ, താഴേക്ക് മുണ്ടുണ്ട്. ഇവിടെ വന്ന് നമ്മള് ഒരു നിന്ന് ചെയ്യണം എന്ന് ശ്രീജിത്ത് തുടക്കം തൊട്ട് വാശി പിടിച്ചതിന്റെ ഒരു കാരണം മുണ്ട് കാണാൻ വേണ്ടിട്ടായിരുന്നു. പക്ഷെ സോനു ചേട്ടൻ ഇവിടുത്തെ ക്യാമറാമാൻ അതിവിദഗ്ധമായി പണി കൊടുത്തു. അത് കറക്റ്റ് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കാശ് കൊടുത്ത് മേടിച്ച പെരുന്നാളിന് മുണ്ടിട്ട് ഷോ ചെയ്യാന്നുള്ള എന്റെ ആഗ്രഹം. ഞാൻ തന്നെ ഇടയ്ക്ക് ഒന്ന് പൊക്കി കാണിച്ചാൽ മതി. എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ മുണ്ടെടുത്തെന്നുള്ള ഉറപ്പ് വരുത്തുകയാണ്. എന്തായാലും ഇപ്പൊ സന്തോഷം. ആ വിവരം അറിയിച്ചതിന് ഒരുപാട് സന്തോഷം. എന്തായാലും ഒരു കോളർ ഉണ്ടായിരുന്നു നോക്കാം. ഹലോ, കോളർ ഡ്രോപ്പ് ആയിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈദായിട്ടുണ്ട്. 11 മാസക്കാലത്തോളം ഇനി കാത്തിരിക്കേണ്ടതുണ്ട് നമ്മള് അടുത്ത നോമ്പും റമദാനും ഒക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോ എന്തായാലും ഈ ഒരു കഴിഞ്ഞ മാസം നമ്മൾ പുണ്യമാസമായിട്ടാണ് ആചരിച്ചിരുന്നത് അല്ലെ. എന്തായാലും പുണ്യമാസം എന്ന് പറയുമ്പോൾ ആ ഒരു മാസം നമ്മളുടെ മനസ്സിലെയും എല്ലാം കളങ്കവും എല്ലാം മാറ്റിവെച്ച് ദൈവത്തില് പൂർണ്ണമായും സമർപ്പിച്ച ദാനധർമ്മങ്ങളുടെ ഒക്കെ ഒരു മാസമാണ് നമ്മൾ ആചരിച്ചത്. ഈദായി എന്ന് കരുതി ഇനി ആരും അതിൽ മാറ്റമൊന്നും വരുത്തണ്ട. ഇനി ഈ ഒരു പുണ്യം അല്ലെങ്കിൽ ഈ ഒരു നന്മ ഇനി അങ്ങോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ അതിന്റെ ഒരു നന്മ അങ്ങോളം ഉണ്ടാവട്ടെ, അടുത്ത റമദാൻ വരെയും അല്ലെങ്കിൽ അങ്ങോട്ടും അല്ലെ. എല്ലാവർക്കും ഇതിന്റെ ഒരു നന്മ. പ്രത്യേകിച്ച് നമുക്ക് ഈ രാജ്യം കാണിച്ചു തരുന്നത് അത് തന്നെയാണ്. കാരണം ഈ വർഷം ദാനധർമ്മത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. നമ്മൾ നോമ്പ് സമയത്ത് മെട്രോ സ്റ്റേഷനിലായാലും റോഡരികിലായാലും ഒക്കെ ഉദ്യോഗസ്ഥർ ചിരിച്ച മുഖത്തോടുകൂടി നമുക്ക് റമദാൻ കിറ്റുകൾ തരുന്നതും ഭക്ഷണം തരുന്നതും, അതുപോലെ ഒരുപാട് കൂട്ടായ്മകൾ ലേബർ ക്യാമ്പുകളിലെത്തി ഭക്ഷണം വിതരണം ചെയ്യുന്നു. അങ്ങനെ ആകെ മൊത്തം എങ്ങും UAE എങ്ങും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും അലിയൊലികളായിരുന്നു ഈ ഒരു മാസം. ഇനി അങ്ങോട്ടും ഈ ഒരു സ്നേഹവും സന്തോഷവും സാഹോദര്യവും തന്നെയാണ് നിലനിർത്തുക എന്ന് തന്നെയാണ് ഇവിടെയുള്ള മഹാന്മാരായ ഭരണാധികാരികൾ നമുക്ക് കാണിച്ചു തരുന്നത്. എന്തായാലും ഒരിക്കലും ഖുറാനിലോ അല്ലെങ്കിൽ ഒരു മതത്തിലോ അധിഷ്ഠിതമല്ല ഇത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതും പറഞ്ഞു തരുന്നതും തീർച്ചയായും നന്മയുടെയും സ്നേഹത്തിന്റെയും ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക മതത്തിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. എല്ലാവരും ജാതി മതഭേദമന്യേ സ്നേഹത്തോടും സന്തോഷത്തോടും സഹവർത്തിത്വത്തോടും കൂടി ജീവിക്കുക എന്നുള്ളത്. എന്തായാലും ഒരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഈദ് മുബാറക്. ഈദ് മുബാറക്. ആരാണ് സംസാരിക്കുന്നത്? ഇത് ഷാർജയിൽ നിന്ന് ആന്റണിയാണ്. ഷാർജയിൽ എവിടെയാ? ഷാർജയില് അബുഷാഗാറയിൽ. എന്താണ് ഇന്ന് ഈദായിട്ട് എന്തൊക്കെ പരിപാടികളാണ്? ഈദായിട്ട് TV വെച്ചപ്പോ ഒരു നല്ലൊരു മുസ്ലിം പാട്ട് വെച്ചു ഇതിന്റെ. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഒരു പാട്ടും കൂടി എന്തായാലും വെച്ച് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാരോടും പാട്ട് പാടിയിട്ട് പോക്കൂ. പാട്ട് പാടുവോ? പാട്ട് പാടില്ല, പാട്ട് ആസ്വദിക്കാറേ ഉള്ളൂ അല്ലേ? കൂടെ ആരോ പാടുന്നുണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരുന്നതായിരിക്കും. കൂട്ടുകാരോടും എല്ലാരോടും ഈദ് ആശംസ. ഡെഡിക്കേഷൻ ഇസ്മായിൽ, എന്റെ കൊളീഗിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ. തീർച്ചയായിട്ടും ഇസ്മായിലിന് വേണ്ടിയിട്ടായിരിക്കും ആ പാട്ട് അപ്ലൈ ചെയ്യുന്നത്. എല്ലാവർക്കും എന്തായാലും ഈദ് ആശംസകൾ അറിയിക്കാണ് NTVയുടെ. വിളിച്ചതിന് വളരെ നന്ദി.
ആന്റണി ആയിരുന്നു വിളിച്ചിട്ടുണ്ട്. അവിടെ കുട്ടികളുടെ കരച്ചിലും ബഹളം ഒക്കെ കേൾക്കുന്നുണ്ട്. ഫാമിലിയുമായിട്ടാണോ ഒന്നും അറിയില്ല. ആന്റണി ഭയങ്കര തിരക്കിലായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ പാട്ട് ചോദിച്ചിട്ട് ഓടിക്കളഞ്ഞു ഫോൺ വെച്ചിട്ട്. നമ്മളൊരു പാട്ട് പാടി തരുമോന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ല, നമ്മൾ പാടണില്ല, എന്തായാലും പാട്ട് വെച്ച് തന്നാൽ മതി എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്, ഇനിയും പറഞ്ഞു ഉപദേശി എന്ന പേര്. നേരത്തെ നിഷ പറഞ്ഞ കാര്യം, ഇന്ന് ഫെസ്റ്റിവൽ സിറ്റിയിൽ രാത്രി 11 മണിക്ക് ഗംഭീര ഫയർ വർക്ക്സ് കരിമരുന്ന് പ്രയോഗം നടക്കുന്നുണ്ട്. കുടുംബസമേതം പോയി കഴിഞ്ഞാൽ മനോഹരമായ ഒരു ഫയർ വർക്ക്സിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. മറ്റൊന്ന് ഓപ്പറ ഹൗസിലും അതുപോലെ ഡ്രാഗൺമാർ 2 ഒക്കെ ആയിട്ട് ഈ കൺസേർട്സ് നടക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഷോപ്പ് ആൻഡ് വിൻ അല്ലെങ്കിൽ സ്പിൻ ആൻഡ് വിൻ അങ്ങനെ കുറെ ഗെയിംസും കോൺടെസ്റ്റും ഒക്കെ മിക്ക മോൾസിലും നടക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച്. എനിക്ക് തോന്നുന്നു ഇവിടെ OSS മോളിലും ഒക്കെ നടക്കുന്നുണ്ട് ഈ ഒരു. ചില ആളുകളിൽ സൂപ്പർ സെയിൽ എന്ന് പറഞ്ഞ മുന്നേ ഉണ്ടായിരുന്നു, അത് 50% വരെ പല സാധനങ്ങൾക്കും ഡിസ്കൗണ്ട് ഉള്ള സൂപ്പർ സെയിൽ നടക്കുന്നുണ്ട്. അത് റമദാൻ തുടങ്ങിയപ്പോ മുതലേ ഇങ്ങനത്തെ പല പല ഓഫേഴ്സും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈദ് വരെ അത് നിൽക്കുന്നുണ്ട്. ഇതിന് ശേഷവും ഇതൊക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഇവിടുത്തെ UAE ഭരണാധികാരികളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഈദിനോ അല്ലെങ്കിൽ റമദാൻ മാസത്തിലോ ഇതിന്റെ പുണ്യം ഒതുങ്ങി പോവരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആവണം അവര് ഈ ഒരു വർഷം അല്ലെ ദാനധർമ്മത്തിന്റെ ഒക്കെ ആയിട്ട്. കാരണം എന്താന്ന് വെച്ചാല് അവർ നമ്മൾക്ക് ഒരിക്കലും പറഞ്ഞു തരികയല്ല, മാതൃകയാക്കി കാണിച്ചു തരികയാണ്. നന്മ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതെന്ന് വേണം പറയാം. ഇപ്പൊ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പം മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ആളെ നേരിട്ട് രാജകുമാരൻ തന്നെ രക്ഷിക്കുന്ന കാഴ്ച. അതെ, ഒട്ടകത്തിനെ വരെ, അതായത് ജീവജാലങ്ങളെ വരെ എന്ന് വെച്ചാൽ ജന്തുക്കളെ ഒന്നിനെയും തന്നെ കൈയൊഴിയുന്നില്ല അല്ലെ. നമ്മൾ മനുഷ്യർക്ക് എത്രത്തോളം പ്രാധാന്യം തരുന്നുണ്ടോ അതേ പ്രാധാന്യം തന്നെ ഇവിടുത്തെ ഓരോ ജന്തുക്കൾക്കും അല്ലെ, പക്ഷികൾക്കും. അതെ, ഒരു ആമയുടെ ഒരു വാർത്ത നമ്മൾ വായിച്ചിരുന്നു അല്ലെ, ആമകളുടെ എന്തായാലും സുരക്ഷിതമായ താവളം ഒരുക്കി അതിനെ കടലിലേക്ക് വിടുന്നത്. ഒരു പക്ഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ആ പ്രൊജക്ട് തൽക്കാലത്തേക്ക് മുട്ട വിരിയുന്നത് വരെ ഹോൾഡ് ചെയ്യണം. അങ്ങനെ നന്മ എന്താണെന്നും സ്നേഹം എന്താണെന്നും എങ്ങനെയാണ് ജീവജാലങ്ങളോടും സഹജീവികളോടും പെരുമാറേണ്ടതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് പ്രവൃത്തിയിലൂടെ. എന്തായാലും ഒരു കോളർ ഉണ്ടാകണം നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. സുനിത ചേച്ചിയാണ് ഷാർജയിൽ. ഗുഡ് മോർണിംഗ് സുനിത ചേച്ചി. ഈദ് മുബാറക്. ഗുഡ് മോർണിംഗ്. ഈദ് മുബാറക്. എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാവർക്കും ഈദ് മുബാറക്. ബാക്ക്ഗ്രൗണ്ടിൽ അമല്, സോനു, ആദർശ് എല്ലാവർക്കും അറിയിക്കാം, നീതി എല്ലാവർക്കും അറിയിക്കാം നമ്മൾ ഈദാശംസ. തീർച്ചയായിട്ടും വിളിച്ചതിന് ഒരുപാട് നന്ദി. ഈദായിട്ട് എന്താണ് പരിപാടി? ഈദായിട്ട് ഈ ചൂടത്ത് എങ്ങനെ പോകാനാ? ഈവനിങ് ആയിട്ട് പുറത്തു പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചൂടത്ത് പോകാനും സ്ഥലങ്ങളുണ്ടല്ലോ, മോൾസിലൊക്കെ ആണെങ്കിൽ ചൂട് അറിയില്ലല്ലോ. അറിയില്ല, എന്നാലും നമ്മളിങ്ങനെ എന്താ പറയണ്ട, ആലോചിക്കാൻ പോലും എനിക്ക് ചൂട് ഒട്ടും പറ്റില്ല എന്റെ ശരീരത്തിന്. അങ്ങനെ ഞാൻ ചോദിക്കാൻ മറന്നുപോയി, ഷാജ എക്സ്പോ സെന്ററിൽ പോയോ? ഇല്ലില്ല, പോയില്ല. ഇന്ന് പോണം. തീർച്ചയായിട്ടും പോകും ഞങ്ങൾ. എന്നിട്ട് പറഞ്ഞു തന്നോ? ഇല്ല, എനിക്ക് ദീപനാണ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു തരാത്തതുകൊണ്ട് ഞാൻ ദീപനോട് ചോദിച്ചു. അപ്പൊ എനിക്ക് ദീപൻ കറക്റ്റ് മാപ്പ് വരെ അയച്ചു തന്നു. അതെന്താ സംഭവം അറിയോ? ഇന്നലെ ചേച്ചി എപ്പിസോഡ് കണ്ടില്ലേ നമ്മുടെ ഗുഡ് ഈവനിങ്? ഇന്നലെ ഞാൻ ചേച്ചിയുടെ പേര് എടുത്ത് പറഞ്ഞിട്ട് ഞാൻ സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെയോ? ഇന്നലെ കണ്ടില്ല മോളെ. വെറുതെ എന്നെ സംശയിച്ചു. ഇത്ര നിഷ്കളങ്ക ഒരു കുട്ടി ഇങ്ങനെയൊക്കെ സംശയിക്കാൻ. താങ്ക് യു, എന്തായാലും താങ്ക് യു. ഞാൻ കണ്ടില്ല. എന്തായാലും സ്ഥലം കിട്ടിയല്ലോ, അതാണ് ഇമ്പോർട്ടന്റ്. എന്തായാലും പെട്ടെന്ന് ഭർത്താവിനെ വിളിച്ചിട്ട് പൊക്കോളൂ, കാരണം ചേട്ടന് കറക്റ്റ് സ്ഥലം. സുനിത ചേച്ചി അത് ചോദിച്ചല്ലോ, നോർത്ത് അത് പറഞ്ഞല്ലോ. സന്തോഷം. നമ്മുടെ സ്ഥിരം കോളറാണ് ചേച്ചി, നമുക്ക് തരുന്നൊരു സ്നേഹം വളരെ വലുതാണ് സുനിത ചേച്ചി. പെട്ടെന്ന് ചേട്ടനെ വിളിച്ച് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ആയാലും ഡെബിറ്റ് കാർഡൊക്കെ തയ്യാറാക്കി വെച്ചോളാം പെട്ടെന്ന് പറഞ്ഞു. പാവം ചേട്ടൻ. അല്ല, ചേട്ടൻ വിചാരിക്കണേ ഞാൻ സ്ഥലം കണ്ടുപിടിച്ച് കൊണ്ടുപോയി വിടുകയും വേണം, പൈസ എന്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം അല്ലേ. നിഷനെ കൊണ്ട് കിട്ടിയ ഒരു ഉപകാരം. അപ്പൊ എന്തായാലും എല്ലാവരോടും അന്വേഷണം പറയാ, ഈദാശംസകൾ അറിയിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഞങ്ങളുടെയും ഈദാശംസകൾ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. അപ്പൊ നിഷ പറഞ്ഞതുപോലെ ഡ്രാഗൺമാർ 2ലും സുനിത ചേച്ചി ആരും പറയുമ്പോൾ ചിരിക്കുടുക്കയാണ്, നമ്മുടെ കോളേജിലെ ചിരിക്കുടുക്കയാണ് സുനിത ചേച്ചി. എന്തായാലും സുനിത ചേച്ചിക്കും ഫാമിലിക്കും വേണ്ടി നമ്മൾ അതെ നമ്മുടെ ഈദ് മുബാറക് നമ്മൾ അറിയിക്കുകയാണ്. എന്തായാലും ഒരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഈദ് മുബാറക്. ആരാണ് സംസാരിക്കുന്നത്? ഈദ് മുബാറക്. ഞാൻ ഷാജഹാനാണ്. ഷാജഹാൻ. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത്?
ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ദുബായിൽ നിന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് ഇപ്പൊ എന്താണ് ബിരിയാണിയുടെ ആ പരിപാടി? പള്ളിയിൽ നിന്നൊക്കെ പോയി വന്ന ഇപ്പൊ റൂമിലാണ് ഉള്ളത്. എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഉണ്ടാക്കുന്നത്? ഭക്ഷണം എന്താണ്? ഭക്ഷണം നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയാണ് വെക്കുന്നത്. ആരാണ് ക്യാപ്റ്റൻ? ആരാണ് ക്യാപ്റ്റനൊക്കെ? ഞാൻ തന്നെ. എല്ലാം ഞാൻ തന്നെയാണ്, ഓൾ ഇൻ ഓൾ അല്ലേ? ബിരിയാണിയോടൊപ്പം എന്തൊക്കെയാണ് സൈഡായിട്ട്? എന്തൊക്കെയാണ് സൈഡായിട്ട്? എല്ലാ ഡിഷും ഉണ്ട്. ഫ്രൂട്ട് സാലഡ് ഉണ്ട്. സ്പെഷ്യൽ ആയിട്ട് 2 ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇത് എപ്പോ തുടങ്ങിയതാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്? നടക്കുന്നതേ ഉള്ളൂ. ഫ്രീ ആയിരിക്കും. വന്നു കഴിഞ്ഞാൽ കഴിക്കാം. ആരൊക്കെയാണ് കൂടിയുള്ളത്? കൂടിയിട്ടുള്ളത് അൻവർ, നൌഷാദ്, ജസീർ, ലത്തീഫ്, ഇവരെല്ലാം ഉണ്ട്. നാട്ടില് വിളിച്ചോ? നാട്ടിൽ വിളിച്ചായിരുന്നു. നാട്ടിലെവിടുന്നാ? നാട്ടിൽ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത്. അപ്പൊ ഈ കൂട്ടത്തിൽ ആരെങ്കിലും പാട്ട് പാടുന്ന ആളൊക്കെ ഉണ്ടോ? പാട്ട് പാടുന്ന ആളുണ്ടായിരുന്നു, അദ്ദേഹം പുറത്തോട്ട് പോയി. നേരത്തെ വിളിച്ചപ്പോ ഒരു പാട്ട് പാടുന്ന ആള് പുറത്തു പോയി. കറക്റ്റ്. ഈ പാട്ട് പാടുന്ന ആള് മാത്രം അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് വന്നായിരുന്നു, അദ്ദേഹനെ കൂട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് നന്ദി. നാട്ടിൽ വിളിക്കുമ്പോ എല്ലാവരോടും നമ്മുടെ ഈദാശംസകൾ അറിയിക്കുക. ഈ പാട്ട് പാടുന്ന ആൾക്കാർ കൃത്യമായിട്ട് എനിക്ക് നമ്മള് പാട്ട് ചോദിക്കും എന്ന് കറക്റ്റ് ടൈമിന് പോയതാണോ ഇനി പാട്ട് ചോദിക്കാൻ നമുക്ക് നിർത്താം അല്ലെ? അതിന് പകരം നമ്മളൊരു പാട്ട് വെച്ച് തരാം. എന്തായാലും ഒരു പാട്ട് കണ്ടതിന് ശേഷം തിരിച്ചു വരാം അല്ലെ? അപ്പോൾ ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള NTVയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈദ് മുബാറക്. നമ്മളുടെ NTVയുടെയും നമ്മളുടെയും വക എല്ലാവർക്കും മനോഹരമായ ഒരു ഈദ് ആശംസിക്കുകയാണ്. കൂടാതെ നന്മയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ ഒരു ഈദ് ആവട്ടെ എന്ന് നമ്മൾ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങോട്ടുള്ള എല്ലാ ഈദും എല്ലാ ആഘോഷങ്ങളും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും മാത്രമായി തീരട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 ഈദാശംസകൾ. എന്തായാലും ഇതിനു ശേഷവും നമ്മുടെ NTVയിൽ വളരെയധികം മനോഹരമായ പ്രോഗ്രാംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ വരാൻ പോകുന്നത് കസബ എന്ന മമ്മൂട്ടിയുടെ ഒരു കിടിലൻ ചിത്രമാണ്. കണ്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം പിന്നെയും നമ്മളെ ലൈവ് ഷോസും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. മമ്മൂക്കയുടെ എൻട്രി തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മമ്മൂക്ക വരുന്ന ഒരു രാജ കലയാണ്. അപ്പോൾ കസബ ആസ്വദിക്കുക. ഇനിയും ഒരുപാട് സൂപ്പർ ഹിറ്റ് മൂവീസ് ലൈനപ്പ് ആയിട്ടുണ്ട്. നിരവധി പ്രോഗ്രാമുകളുണ്ട്. എല്ലാ പ്രോഗ്രാമുകളും മിസ് ചെയ്യാതെ കാണുക, അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് NTV മലയാളത്തിലെ 1ാം കിട ചാനലുകളോടൊപ്പം എത്തിയത്. നിങ്ങളുടെ പ്രോത്സാഹനത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള NTVയുടെ എല്ലാ പ്രേക്ഷകർക്കും